ഭൂമിയിലേക്ക് നിയോഗിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, ഈ പ്രവാചകന്മാരുടെ എല്ലാം പ്രഥമമായ ഒരു ദൗത്യമായിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന സുന്ദരമായ ആദർശം, സുന്ദരമായ ആശയം ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കുക എന്നുള്ളത്. ആ ഒരു കൃത്യനിർവഹണത്തിന് വേണ്ടിയായിരുന്നു പ്രവാചകന്മാർ അഖിലവും ലോകത്ത് പണിയെടുത്തിരുന്നത്. അതിനു വേണ്ടിയായിരുന്നു അവർ അനുഭവിച്ച പീഡനങ്ങളും അവർ അനുഭവിച്ച പ്രയാസങ്ങളും അവർ അനുഭവിച്ച കഷ്ടപ്പാടുകളും. ഈ ഒരു ആദർശം, ഈ ഒരു സുന്ദരമായ ആശയം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചതിന്റെ പേരിൽ മാത്രമാണ് ഈർച്ചവാളുകൾ കൊണ്ട് മരം മുറിക്കുന്നത് പോലെ ശരീരത്തെ രണ്ട് ഭാഗമാക്കി പ്രവാചകന്മാരെ അവർ മുറിച്ചു കളഞ്ഞിരുന്നു. അതുപോലെ തന്നെ ആ പ്രവാചകന്മാരെ അനുധാവനം ചെയ്തിരുന്ന സഹാബികളെയും അവർ ഇത്തിബാ ചെയ്തിരുന്ന താബീങ്ങളെയും ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും പീഡനങ്ങളും അവർ ഏൽക്കേണ്ടി വന്നത് ഈ ഒരു സുന്ദരമായ ആശയം അവർ നെഞ്ചിലേറ്റിയതിന്റെ ഫലമായി കൊണ്ടായിരുന്നു. ഈ സുന്ദരമായ സന്ദേശം ലോകത്തിനു മുമ്പ് സമർപ്പിച്ചതിന്റെ പേരിലാണ് അവർ ഇത്രമാത്രം പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത് ഈ ഇസ്ലാമിന്റെ സുന്ദരമായ അചഞ്ചലമായ ആദർശം ലോകത്തിനു മുമ്പ് സമർപ്പിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്, ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. ഈ അചഞ്ചലമായ, ഈ സുന്ദരമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കറകളഞ്ഞ ആദർശം ലോകത്തിന് മുമ്പ് സമർപ്പിക്കുകയും അത് പഠിപ്പിക്കുകയും അത് അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, നമ്മുടെ നാടുകളിൽ കാണാവുന്ന സമ്പ്രദായങ്ങൾ എന്തെല്ലാമാണ്? അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നതിന് പകരം, അള്ളാഹുവിന് മുമ്പിൽ മാത്രം നേർച്ച വഴിപാടുകൾ ചെയ്യുന്നതിന് പകരം, അള്ളാഹുവിനെ മാത്രം ചെയ്യേണ്ട അമലുകൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് ചെയ്യുകയും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും അള്ളാഹു അല്ലാത്തവരിലേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്ന അപരാധമാണ് നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിനെയാണ്, ഈ സമ്പ്രദായത്തെയാണ്, ഈ സിദ്ധാന്തത്തെയാണ് വിശുദ്ധ ഖുർആൻ ശിർക്ക് എന്ന് പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തന്നു. ആര് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നു അവനെ സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഒരിക്കലും കണ്ണുപൊട്ടനോ കാതുപൊട്ടനോ അല്ല, മറിച്ച് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ കഴിയുന്ന, നമ്മുടെ ആരാധനകൾ കേൾക്കാൻ കഴിയുന്ന, നമ്മുടെ ചലനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന, എല്ലാം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന സമീഉം ബസീറുമായ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഏത് പാപിയും അവരുടെ പാപങ്ങൾ, അവരുടെ ചെയ്തു പോയ തിന്മകൾ, അതിന്റെ പരിഹാരമാർഗം എന്നോണം ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് ആജ്ഞാപിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അള്ളാഹു അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, അവരോട് ചോദിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ലാ യളുറു വലാ യൻഫഉ, അവർക്കൊരു ഉപകാരം ഉണ്ടാകുകയില്ല, ഒരു ഉപദ്രവവും അവർ ചെയ്യുകയില്ല എന്ന്. എന്നാൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് നമ്മോട് പഠിപ്പിച്ചു തരികയാണ്. ആരെങ്കിലും അള്ളാഹുവിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ അടിമകളായ ആളുകൾ അള്ളാഹുവിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ പറയുക, പ്രവാചകരെ, ആരെങ്കിലും എന്നെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇതാ ഞാൻ അവന്റെ കണ്ഠനാടിയേക്കാൾ അടുത്തവനാണ് എന്ന് നീ പറഞ്ഞുകൊള്ളുക. ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, സഹായം ചോദിക്കുന്നുണ്ടെങ്കിൽ ഇതാ എന്നോട് ചോദിക്കുകയെന്ന് അള്ളാഹു വളരെ കൃത്യമായി കൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് പിന്നെ ഒരു ഇടയാളന്റെ ആവശ്യം? അള്ളാഹുവിനോട് മാത്രം ചോദിക്കുന്നതിന് പകരം അള്ളാഹു അല്ലാത്ത ലാത്തയോട് ചോദിക്കുന്ന, മനാത്തയോട് ചോദിക്കുന്ന, ഉസ്സയോട് ചോദിക്കുന്ന ഒരു സമ്പ്രദായം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് കടന്നു വരുമ്പോൾ ആ നാട്ടിൽ നടന്നിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു.
ആ സമയത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, എന്തിനാണ് എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ കുടുംബക്കാരോട് ചോദിച്ചു, തന്റെ നാട്ടുകാരായ ആളുകളോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥനകളും വഴിപാടുകളും നേർച്ചകളും മറ്റുള്ള കാര്യങ്ങളും ചെയ്യുന്നത് എന്ന്, അല്ലാഹു അല്ലാത്തവരോട് വസീല ചോദിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു. ഈ സമയത്ത് ആ നാട്ടുകാരായ ആളുകൾ പ്രവാചകനോട് പറഞ്ഞൊരു മറുപടിയുണ്ട്, മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ. ഞങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവിനോട് സഹായം ചോദിക്കുന്നു, പക്ഷേ ഞങ്ങൾ ലാത്തയോട് ചോദിക്കുന്നത്, മനാത്തയോട് ചോദിക്കുന്നത്, ഉസ്സയോട് ചോദിക്കുന്നത് അവരോട് ഒരു ശുപാർശകർ മാത്രമായി കൊണ്ടാണ്. മാ നഅബ്ദുഹും, ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ, അല്ലാഹുവിലേക്ക് അടുക്കുവാൻ വേണ്ടി, അല്ലാഹുവിലേക്ക് സാമീപ്യ മാർഗം സ്വീകരിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ അല്ലാഹുവിന്റെ ഇടയാളന്മാരായി സ്വീകരിക്കുന്നത് എന്ന് ആ നാട്ടിലുള്ള മക്കാ നിവാസികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ മറുപടിയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് അപരാധമാണ്. നിങ്ങൾ അവിടെയുണ്ടായിരുന്ന തന്റെ നാട്ടുകാരായ കുടുംബക്കാരായ ആളുകൾ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നതും ഇസ്തിഗാസ ചെയ്യുന്നതും തവസ്സുലിനെ ചോദിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടിയായിരുന്നു, മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ. ഞങ്ങൾ അല്ലാഹുവിലേക്ക് ഒരു സാമീപ്യ മാർഗം സ്വീകരിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ അവരെ ഇടയാളന്മാരായി സ്വീകരിക്കുന്നത്. ലാത്ത എന്ന പുണ്യ മനുഷ്യനെ, മനാത്ത എന്ന പുണ്യപുരുഷനെ, ഉസ്സ എന്ന പുണ്യാളനെ ഞങ്ങൾ ഇടയാളന്മാരായി സ്വീകരിക്കുന്നത് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു മാർഗം സ്വീകരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ അവരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സ്വീകരിക്കുന്ന നിലപാടുണ്ടല്ലോ, നിങ്ങൾ സ്വീകരിക്കുന്ന ആ ഒരു ആശയമുണ്ടല്ലോ, അത് അപരാധമാണ്, അത് തോന്നിവാസമാണ്, അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ്. അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞൊരു വാചകമാണ്. അതിനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത് ശിർക്കാണ് എന്നുള്ളത്, അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് എന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ഇൻഷാ അല്ലാഹ് നിർഭയത്വം ഏകദൈവ വിശ്വാസത്തിലൂടെ എന്ന ISM മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കാമ്പയിന്റെ ഭാഗമായി ISM തിരൂരങ്ങാടി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വിജ്ഞാനവേദിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നത് ബഹുമാന്യനായ സഹോദരൻ സഅദുദ്ദീൻ സ്വലാഹിയാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ എത്തിയ എല്ലാ നാട്ടുകാരെയും ഞാൻ ഹൃദ്യമായി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുവാൻ ബഹുമാന്യനായ സഅദുദ്ദീൻ സ്വലാഹിയെ ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول العالمين وعلى آله وأصحابه أجمعين أما بعد. ബഹുമാന്യരായ വേദിയിലും സദസ്സിലുമുള്ള രക്ഷിതാക്കളെ, സഹോദരന്മാരെ, ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹൃദയരെ, ഇവിടെയുള്ള സംസാരത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ISM മലപ്പുറം വെസ്റ്റ് ജില്ലയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലും യൂണിറ്റുകളിലും ഇസ്ലാമിക പ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചതും പ്രഖ്യാപിച്ചതുമായ ഒരു ക്യാമ്പയിന്റെ പ്രചാരണാർത്ഥമാണ് ഈ മഗ്‌രിബിന് ശേഷമുള്ള ഈ സമയം അല്പനേരം അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ
കേൾക്കുകയും ഓർക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി നാം ഓരോരുത്തരും ഇവിടെ സന്നിഹിതരായിട്ടുള്ളത് അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ചുള്ള കൃത്യവും ഗണ്യതവുമായി പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും പ്രബോധനം ചെയ്യുകയും വേണം എന്നാണ് മുജാഹിദ് പ്രവർത്തകരായ നാം കാലങ്ങളായി സ്വീകരിച്ചു പോരുന്നത്. ആ പ്രവർത്തനങ്ങൾക്ക് ആവേശവും പ്രചോദനവും ഏകുന്നതാണ് ഇതുപോലുള്ള ചെറുതും വലുതുമായ ദഅവ പ്രവർത്തനങ്ങൾ. നിർഭയത്വം ഏകദൈവ വിശ്വാസത്തിലൂടെ എന്ന പ്രമേയവുമായി ബന്ധപ്പെട്ട് വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിർഭയത്വം ഏകദൈവ വിശ്വാസത്തിലൂടെ എന്ന പ്രമേയത്തിന്റെ ആശയം കൂടുതൽ വിശദീകരണങ്ങൾ ഇല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒന്നാണ്. നിർഭയത്വം, വിശ്വാസം എന്നീ അർത്ഥങ്ങൾ വരുന്ന അമ്ന് എന്ന പദത്തിൽ നിന്നാണ് ഈമാൻ, മുഅ്മിൻ എന്നീ പദങ്ങൾ നിഷ്പന്നമായിട്ടുള്ളത്. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ വിശ്വാസിയാണ്, നിർഭയത്വമുള്ളവനാണ് എന്നാണ്. ആ ഒരു പദത്തിൽ തന്നെ നാം തെരഞ്ഞെടുത്ത ഈ പ്രമേയം സമഗ്രമായി സംക്ഷിപ്തമായി അത് ഉൾക്കൊള്ളുന്നു എന്ന് ആ ഒരു പദത്തിന്റെ ആശയം വിശകലനം ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ മുഅ്മിനാണ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി എന്ന തലത്തിൽ അയാളുടെ ജീവിതത്തിൽ വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന അടിസ്ഥാന ആദർശങ്ങളുണ്ട്. ആ ആദർശമനുസരിച്ച് അയാൾ ജീവിക്കുമ്പോൾ നിർഭയത്വമെന്ന വളരെ മനോഹരമായ ഒരു അനുഭവത്തിലൂടെ ആ ഒരു ജീവിത പരിസരത്തിലൂടെ മുന്നോട്ട് പോകുവാൻ അയാൾക്ക് സാധ്യമാകും എന്നാണ് അമ്ന്, ഈമാന്, മുഅ്മിന് പോലെയുള്ള പദങ്ങളുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിലും സ്വഹീഹായ ഹദീസിലും വന്ന വ്യത്യസ്തമായ ആയത്തുകളും ഹദീസുകളും വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. സത്യവിശ്വാസി നിർഭയത്വം അനുഭവിക്കുന്നവനാണ് എന്ന് പറയുന്നതിന്റെ കൂടെ ഒരുപക്ഷെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ നിർഭയത്വം എന്നത് ഈ ആദർശം അംഗീകരിക്കുന്ന ഓരോ വ്യക്തിയും വ്യക്തിപരമായി അനുഭവിക്കുന്നത് മാത്രമല്ല, അയാളുടെ ചുറ്റുവട്ടങ്ങളിലുള്ള, അയാളുടെ പരിസരങ്ങളിലുള്ള, അയാളുടെ ജീവിതവുമായി ഇടപഴകിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കെല്ലാം ഈ ഒരു അമ്നിന്റെ ഉന്നതമായ അനുഭവങ്ങൾ അനുഭവിക്കുവാനുള്ള സാഹചര്യമുണ്ട് എന്നതാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മുടെ മുമ്പിൽ വിശദീകരിക്കുന്നത്. സാധാരണ നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ വ്യത്യസ്തമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് വ്യക്തിപരമായ പ്രയാസങ്ങളും സംഘർഷങ്ങളും ഉണ്ടാകുമ്പോൾ അത്തരം ആളുകളോടൊപ്പം അല്പസമയം ഇരിക്കുകയും അവരുടെ കാര്യങ്ങൾ കേട്ടറിയുകയും അവർക്ക് ആവശ്യമായ സഹായങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പങ്കുവെക്കുമ്പോൾ ചിലരൊക്കെ നേരിട്ടും കൂടപ്പിറപ്പുകളോടും പറയുന്ന ചില വാചകങ്ങളുണ്ട്. ഇവരൊക്കെ ഇവിടെയുള്ളതാണ് എന്റെ ധൈര്യമെന്ന്. ഒരുപക്ഷെ ഞാൻ മരണപ്പെട്ടാലും നമ്മുടെ വീട്ടുകാര് പട്ടിണി കിടക്കാതെ, നമ്മുടെ വീട്ടുകാരുടെ ആവശ്യങ്ങൾ അത് യാതൊരു തരത്തിലും പ്രയാസങ്ങളില്ലാതെ പരിഹരിച്ചു പോകുവാൻ ഈ നാട്ടിലുള്ള എന്നെ കൂടപ്പിറപ്പായി സ്വീകരിക്കുന്ന ഇന്ന ആളുകളുണ്ട് എന്നത് എന്റെ സമാധാനമാണ്, അതെനിക്കൊരു ധൈര്യമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു രീതി പലപ്പോഴും നമ്മുടെയൊക്കെ അനുഭവങ്ങളിലുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഒരു രീതിയും ഈ ഒരു വിശ്വാസവും ഈ ഒരു ആത്മവിശ്വാസവുമാണ് നമ്മെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾക്ക് ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അനുഭവിക്കാൻ സാധിക്കേണ്ടത്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ,
ഒരു സത്യവിശ്വാസി ഒരു പ്രദേശത്ത് ജീവിക്കുമ്പോൾ അയാളുടെ വീട്ടിലും അയാളുടെ അയൽപ്പക്കങ്ങളിലും അയാൾ ജോലി ചെയ്യുന്ന പഠനം നടത്തുന്ന പരിസരങ്ങളിലെല്ലാം അയാൾ വഴി നിർഭയത്വമെന്ന മനോഹരമായ ഒരു ജീവിത പരിസരം തീർക്കുവാൻ അയാളുടെ സാന്നിധ്യത്തിലൂടെ അയാളുടെ ഇടപെടലിലൂടെ ഉറപ്പുവരുത്തുവാൻ സാധിക്കും എന്നതാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. അതിനാവശ്യമായ രൂപത്തിൽ ജീവിതത്തിന്റെ നിഖില മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട സമഗ്രവും കണിശവുമായ നിർദ്ദേശങ്ങൾ ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ വിഷയത്തിന്റെ തുടക്കമെന്ന നിലക്ക് അതുമായി ബന്ധപ്പെട്ട 1-2 ചരിത്രങ്ങൾ സൂചിപ്പിക്കുകയാണ്. മക്ക വിജയ നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ മക്കയുടെ അധികാരവും സ്വാധീനവും കടന്നു വരികയാണ്. ആ മണ്ണിൽ, ആട്ടിയോടിക്കപ്പെട്ട മണ്ണിൽ, പരാജിതരായ മണ്ണിൽ, നിഷ്കാസനം ചെയ്യപ്പെട്ട മണ്ണിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും വെന്നിക്കൊടി പാറിച്ചുകൊണ്ട് മക്ക ഫത്ഹ് എന്ന ഫത്ഹ് മക്കയുടെ ഭാഗമായി ആ മണ്ണിൽ ആവേശഭരിതരായി നിലകൊള്ളുന്ന ഒരു മുഹൂർത്തം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. അന്ന് മുസ്ലിമീങ്ങളെല്ലാം ആനന്ദത്തിലായിരുന്നു, മുസ്ലിമീങ്ങളെല്ലാം അഭിമാനകരമായ നിമിഷത്തിലായിരുന്നു. കഅബാലയത്തിന്റെ ഉച്ചയിൽ കയറി കറുപ്പിന്റെ പേരിൽ, അടിമയായതിന്റെ പേരിൽ തമസ്കരിക്കപ്പെട്ടിരുന്ന, അടിമച്ചന്തകളിൽ വിറ്റഴിക്കപ്പെട്ടിരുന്ന, ജീവിതത്തിൽ അസ്തിത്വത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും അനുവാദമില്ലാതിരുന്ന പ്രൊഫൈലിൽ ജീവിച്ചിരുന്ന ബിലാൽ റളിയല്ലാഹുവിനെ പോലുള്ള ആളുകൾ കഅബാലയത്തിന്റെ ഉച്ചയിൽ കയറുകയും ഇസ്ലാമിന്റെ വിപ്ലവ വാചകങ്ങൾ, ബാങ്കുലികൾ ഉയർത്തിവിട്ട ചരിത്ര നിമിഷം മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആ ചരിത്രത്തിൽ ആ കാലഘട്ടം അറിഞ്ഞിരുന്ന, അനുഭവിച്ചിരുന്ന സകലമാന ഉച്ചനീചത്വങ്ങളെയും തകർത്തെറിയുന്ന നിലപാടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തീരുമാനിച്ചത്. ശബ്ദമാധുര്യമുള്ള, കുലമഹിമയുള്ള, പ്രസിദ്ധിയും സ്വാധീനവുമുള്ള, ആഗ്രഹമുള്ള ഒരുപാട് ആളുകൾ കഅബാലയത്തിന്റെ ഉച്ചയിൽ കയറി ബാങ്ക് വിളിക്കാൻ സന്നദ്ധരായിരിക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ റളിയല്ലാഹുവിനെ തെരഞ്ഞെടുക്കുമ്പോൾ ബിലാൽ റളിയല്ലാഹുവിന്റെ ആ ബാങ്കുലികൾ പോലും ശക്തമായ ഒരു വിളംബരമായിരുന്നു. ഇസ്ലാം എന്നത് തുല്യതയുടെ, മാനവികതയുടെ, മനുഷ്യത്വത്തിന്റെ മതമാണ് എന്ന് കേവലം വാചക കസർത്തുക്കൾക്കപ്പുറം ജീവിതത്തിന്റെ പരിസരങ്ങളിൽ പ്രായോഗികമായി കാണിച്ചു കൊടുക്കുവാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തെരഞ്ഞെടുത്തിരുന്ന ചരിത്രപരമായ നിമിഷം. ആ നിമിഷത്തിലാണ് ശത്രുക്കൾ ഏറ്റവും കൂടുതൽ ഭയചകിതരായത്. ഇന്നോളം നമ്മൾ പ്രവാചകനെ എതിർത്തവരാണ്, പ്രവാചകനെ അറുകൊല ചെയ്യാൻ ശ്രമിച്ചതാണ്. നാട് വിട്ട് ഹിജ്റ പോകുമ്പോഴും പ്രവാചകന്റെ ജീവനെടുക്കാൻ തുനിഞ്ഞവരാണ്. സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിൽ ചുട്ടുപഴുപ്പിച്ച ഇരുമ്പ് ദണ്ട് കുത്തിക്കയറ്റിയവരാണ്. അമ്മാറിനെയും യാസിറിനെയും ഹബ്ബാബിനെയും ദാരുണമായി പീഡിപ്പിച്ചവരാണ്. അങ്ങനെ നാം ചെയ്ത ഈ പീഡനങ്ങളുടെ പേരിൽ ഇന്ന് മുഹമ്മദ് നമുക്കെതിരെ പ്രതികാരം ചെയ്യും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന അതുല്യനായ ജനനായകൻ, ഒരു ഭരണാധികാരി എന്ന നിലയിൽ അന്നോളമുള്ള ചരിത്രത്തിൽ ഏതൊരു ഭരണാധികാരിയും ചെയ്യാവുന്ന രക്തച്ചൊരിച്ചിലുകൾ, പ്രതികാരത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തും എന്ന് എല്ലാവരും ഭയചകിതരായി വീർപ്പുമുട്ടി പ്രയാസപ്പെട്ട് ഉൾക്കൊള്ളുന്ന സന്ദർഭം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ചില പ്രഖ്യാപനങ്ങളുണ്ട്. മൻ ദഖല ദാറ അബീ സുഫിയാൻ ഫഹുവ ആമിൻ. അബൂ സുഫിയാന്റെ വീട്ടിൽ ഒരാൾ കയറി ആ വീട്ടിൽ അഭയം തേടിയാൽ അയാൾ നിർഭയനായിരിക്കും. അയാളെ ഒരാളും ആക്രമിക്കുകയില്ല, അയാളുടെ ജീവൻ എടുക്കുകയില്ല. മുസ്ലിമീങ്ങൾക്ക് അധികാരം ലഭിച്ചു എന്നതിന്റെ പേരിൽ ഇസ്ലാമിന്റെ ശത്രുപക്ഷത്തുള്ള അബൂ സുഫിയാൻ വേട്ടയാടപ്പെടുകയില്ല. അബൂ സുഫിയാന്റെ വീട്ടിലുള്ളവർ പോലും നിർഭയരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വമൻ ദഖലൽ മസ്ജിദ് ഫഹുവ ആമിൻ. ഈ മസ്ജിദുൽ ഹറാമിൽ അഭയം തേടി ആരെങ്കിലും കടന്നു വന്നാൽ അവർ നിർഭയരാണ്, അവർക്ക് ഭയപ്പാട് ആവശ്യമില്ല. വമൻ അഗ്ലഖ ബാബഹു ഫഹുവ ആമിൻ. സ്വന്തം വീട്ടിൽ കയറി കതകടച്ച് നിൽക്കുന്നവരെ നിങ്ങൾ സുരക്ഷിതരാണ്, ആരും നിങ്ങളെ പിടികൂടുകയില്ല, നിങ്ങളുടെ മേൽ പ്രതികാരം ഉണ്ടാവുകയില്ല. ഞങ്ങൾക്ക് അധികാരം ലഭിച്ചത് കൊണ്ട്, ഇസ്ലാമിന് ആധിപത്യം ലഭിച്ചത് കൊണ്ട് നിങ്ങൾക്ക്
നിങ്ങൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. ഈ മണ്ണിൽ സ്വാധീനവും സാന്നിധ്യവും ലഭിക്കുന്നതോടുകൂടി നിങ്ങളും നിർഭയരാണ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം, പ്രവാചകൻ ആ കൂട്ടത്തിൽ പറഞ്ഞ വാചകം, വമൻ അൽഖസ്സിലാഹ് ഫഹുവ ആമിൻ. മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കണമെന്നും മുസ്ലിമീങ്ങളോട് പോരാടണമെന്നും ആഗ്രഹിച്ച് ആയുധമേന്തി കടന്നു വരികയും പിന്നീട് ഈ ആയുധം ഉപേക്ഷിച്ചവൻ ഭയം നിമിത്തമോ പരാജയ ഭീതി നിമിത്തമോ മുസ്ലിമീങ്ങളുടെ ആധിപത്യം കണ്ട് തിരിച്ചറിഞ്ഞോ എന്ത് കാരണം കൊണ്ടാവട്ടെ മുസ്ലിമീങ്ങളെ ആക്രമിക്കണമെന്ന് ചിന്തിച്ച് ആയുധമെടുത്തവനാണെങ്കിൽ പോലും അവൻ ആയുധം താഴെ വെക്കുന്നതോടുകൂടി ഫഹുവ ആമിൻ, അവൻ നിർഭയനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചത് ഇസ്ലാമിക ചരിത്രത്തിന്റെ നാഴികക്കല്ലായ ഒരു മുഹൂർത്തത്തിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇസ്ലാം എന്ന ആദർശം, ആ ഒരു ആദർശത്തിന് ആധിപത്യവും സ്വാധീനവും ഉണ്ടാകുമ്പോൾ മുസ്ലിമീങ്ങൾ മാത്രമല്ല ഈ നിർഭയത്വം അനുഭവിക്കുക. ഇസ്ലാമിക ആദർശത്തെ നെഞ്ചിലേറ്റിയ ഇസ്ലാമിക ആശയത്തിന്റെ പതാകവാഹകർക്ക് മാത്രമല്ല അതിന്റെ അനുഭൂതി ലഭിക്കുക, മറിച്ച് മുസ്ലിമീങ്ങളുടെ തണലിലും മുസ്ലിമീങ്ങളുടെ സംരക്ഷണത്തിലും മുസ്ലിമീങ്ങളോടൊപ്പം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കും ആ ഒരു അനുഗ്രഹം, ആ ഒരു സംരക്ഷണം ലഭിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫത്ഹ് മക്കയുടെ ചരിത്ര നിമിഷത്തിൽ പ്രഖ്യാപിച്ചിരുന്നത് എന്ന് നമ്മൾ വായിക്കുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ മുസ്ലിമീങ്ങളുടെ ജീവിത നിലപാടുകൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിർഭയത്വമായി പരിലസിച്ചതിന്റെ അനേകം ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ പ്രചാരം നേടിയ ഒരു സംഭവമുണ്ട്. അദ്ദേഹത്തിന്റെ അയൽവാസി ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കൂടെ അതിര് പങ്കിടുകയും അദ്ദേഹത്തിന്റെ അയൽപക്കത്തിൽ അദ്ദേഹത്തോടൊപ്പം ജീവിക്കുകയും ചെയ്തിരുന്ന ജൂതനായ ഒരു വ്യക്തി, അദ്ദേഹം ചില കാരണങ്ങളാൽ ആ പ്രദേശത്ത് നിന്ന് അത് വീടും അയാളുടെ ആ സ്ഥലവും വിറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് പോവാൻ ഒരുങ്ങുകയാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം നാട്ടു നടപ്പനുസരിച്ചുള്ള ഒരു വില നിശ്ചയിച്ചുകൊണ്ട് അയാൾക്കും വാങ്ങുന്നവനും സ്വീകാര്യമായ ഒരു സംഖ്യ നിശ്ചയിച്ചുകൊണ്ട് ആ കച്ചവടം നടത്തി മുന്നോട്ട് പോകുവാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അങ്ങനെ കച്ചവടം ഉറപ്പാകുന്ന ഘട്ടമുണ്ടായി. എന്നാൽ അദ്ദേഹം ആ കച്ചവടത്തിൽ തന്റെ വീടിനും സ്ഥലത്തിനും നിശ്ചയിച്ച പണം, ആ പറഞ്ഞ സംഖ്യ ഒട്ടും കുറയ്ക്കാൻ തയ്യാറാകുന്നില്ല. ഒരു കച്ചവടത്തിൽ സാധാരണ വില പരസ്പരം പറഞ്ഞ് ധാരണയാക്കി അവസാനം ഇരുകൂട്ടർക്കും ഒരുപോലെ അംഗീകരിക്കാവുന്ന വില നിശ്ചയിക്കുക എന്നത് വിലപേശലിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും അവസാനം ആദ്യം പറഞ്ഞ സംഖ്യയിൽ നിന്ന് ചെറിയ രൂപത്തിലൊക്കെയുള്ള ഒരു ഡിസ്കൗണ്ട് സാധാരണയുള്ളതാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യഹൂദിയായ ജൂതനായ അദ്ദേഹം തന്റെ വീടും പരിസരവും വിറ്റുപോകുമ്പോൾ അദ്ദേഹം സംഖ്യ കുറയ്ക്കാൻ ഒട്ടും സന്നദ്ധനാവുന്നില്ല. അദ്ദേഹത്തോട് ചില ആളുകൾ ചോദിച്ചു, ഏതായാലും ഈ നാട്ടിൽ നിന്ന് പോവുകയാണ്, ഈ പരിസരത്ത് നിന്ന് യാത്ര പോവുകയാണ്, മോശമില്ലാത്ത വില ഇവര് നിങ്ങളോട് ഓഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, പിന്നെ എന്തുകൊണ്ടാണ് താങ്കൾ ഈ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്? ആ സമയത്ത് ജൂതനായ ആ വ്യക്തി പറഞ്ഞ ഒരു മറുപടി വ്യത്യസ്തമായ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. ഞാൻ ഈ വില നിശ്ചയിച്ചത്, ഞാൻ ഈ വിലയിൽ ഉറച്ചു നിൽക്കുന്നത് എന്റെ ഒരു വീടിനും അതിന്റെ ഒരു പരിസരത്തിനും മാത്രമല്ല, മറിച്ച് ഈ വീട്ടിൽ താമസിക്കുന്നവന് ഒരു അയൽവാസിയെ ലഭിക്കുന്നുണ്ട്. ഞാൻ എന്റെ വീട്ടിൽ ജീവിച്ചപ്പോൾ എനിക്കൊരു പ്രയാസമുണ്ടായപ്പോൾ ആദ്യമായി ഓടിയെത്തിയിരുന്ന ഒരു അയൽവാസി എനിക്കുണ്ട്. എന്റെ വീട്ടുകാർക്ക് ആർക്കെങ്കിലും വല്ല അസുഖമോ പ്രയാസമോ ഉണ്ടാകുമ്പോൾ ഞങ്ങളെ ശുശ്രൂഷിക്കുവാൻ ഞങ്ങൾക്ക് കടന്നു വരുന്ന ഒരു അയൽവാസി ഉണ്ടായിരുന്നു. എനിക്ക് വല്ല പ്രയാസങ്ങളും ഉണ്ടായി ജോലിക്ക് പോവാൻ സാധിക്കാതിരിക്കുകയും ഞാനും വീട്ടുകാരും പട്ടിണി കിടക്കേണ്ട സാധ്യതകളെ കുറിച്ച് ആശങ്കപ്പെടുന്ന നിമിഷങ്ങളിലെല്ലാം ഞങ്ങൾക്ക് ആവശ്യമായ വിഭവ
വിഭവങ്ങളുമായി ഞങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു മുസ്ലിമായ ഒരു അയൽവാസി ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ മുസ്ലിമായ അയൽവാസിയായി ജീവിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന നിർഭയത്വം, ഞാൻ അനുഭവിക്കുന്ന കരുതൽ, എനിക്ക് ലഭിക്കുന്ന പരിഗണന, ആ നിർഭയത്വത്തിനാണ് ഞാൻ ഈ വില നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് പറയുന്ന മുസ്ലിമീങ്ങളോടൊപ്പം ജീവിച്ചവർ, മുസ്ലിമീങ്ങളുടെ കരുതലും അവരുടെ സഹായവും അവരുടെ സേവന സന്നദ്ധതയും അനുഭവിച്ചിരുന്ന ചരിത്ര മുഹൂർത്തങ്ങൾ പതിറ്റാണ്ടുകൾക്കപ്പുറത്ത്, നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് മനുഷ്യരുടെ ജീവിതങ്ങളെ സ്വാധീനിച്ചിരുന്നു എന്നാണ് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അഥവാ ഒരു നാട്ടിൽ ഒരാൾ ജീവിക്കുമ്പോൾ, അയാളുടെ വീട്ടിലോ കോമ്പൗണ്ടിലോ ഒതുങ്ങി ജീവിക്കുമ്പോൾ, അയാൾ തന്റെ അയൽപക്കത്തുള്ള ആളുകൾക്ക് അയാൾ നിലനിർത്തുന്ന ഇസ്ലാമിക വിശ്വാസത്തിന്റെ ഒരു നന്മ എന്ന നിലയിൽ അയാളുടെ നന്മകളും അയാളുടെ കാരുണ്യവും അയാളുടെ ഇടപെടലുകളും കൂടപ്പിറപ്പുകൾക്ക് ആനന്ദകരമായ നിമിഷങ്ങൾ സമ്മാനിക്കുന്നു, അവർക്ക് നിർഭയത്വം നൽകുന്നു. എനിക്കിങ്ങനൊരു അയൽവാസിയുണ്ടെങ്കിൽ എനിക്കൊന്നും ഭയപ്പെടാനില്ല, എനിക്കൊന്നും ആശങ്കപ്പെടാനില്ല എന്ന് പറയാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഇസ്ലാമിക സമൂഹത്തിന്റെ ജീവിത പരിസരങ്ങളിൽ അവർക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്നാണ് ആ ചരിത്രം സൂചിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത്. ഈ കേരളത്തിലെ വിവിധ ജില്ലകൾ, വിവിധ പ്രവിശ്യകൾ, വിവിധ പ്രദേശങ്ങൾ പരിശോധിച്ചാൽ മലബാറിലുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് മലപ്പുറം ഉൾക്കൊള്ളുന്ന പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ച് ഈ മണ്ണിൽ ജീവിക്കുന്നവരെന്നും വാചാലരാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം പോലെയുള്ള ആ ജില്ലകളിൽ നിന്ന് ജോലി ആവശ്യാർത്ഥമോ മറ്റോ ഈ മലബാറിന്റെ പരിസരങ്ങളിൽ പറിച്ചു നടപ്പെടുന്ന ആളുകൾ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ പലപ്പോഴും അവർ പിന്നീട് പങ്കുവെച്ചത്, മലപ്പുറത്തേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് ആശങ്കയുണ്ടായിരുന്നു. മുസ്ലിമീങ്ങൾ ധാരാളമുള്ള പ്രദേശമാണ്, ഇസ്ലാമുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ഭീതിയും ആശങ്കകളും നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമായിരുന്നു. മലബാറിലേക്ക് വരാതിരിക്കുവാൻ എന്തൊക്കെ ചെയ്യാമോ എന്ന് പരിശ്രമിച്ചവരായിരുന്നു ഞങ്ങൾ. പക്ഷേ ഞങ്ങൾ ഈ മണ്ണിലെത്തി. ഈ നാട്ടുകാർ അവരെ ഞങ്ങളെ അയൽവാസികളായി മറ്റൊരു നാട്ടിൽ നിന്ന് കടന്നു വരുമ്പോൾ അവർ ഞങ്ങളെ ഒരു കുടുംബത്തിലെ അംഗം പോലെ, നേരത്തെ തന്നെ പരസ്പരം പരിചയമുണ്ടായിരുന്ന ആളുകളെ കൂടെ ചേർത്ത് നിർത്തുന്നത് പോലെ ഞങ്ങളെ കൂട്ടത്തിലെ ഒരു അംഗം പോലെ ചേർത്ത് നിർത്തുകയുണ്ടായി. അവരുടെ സ്നേഹവും അവരുടെ കരുതലും അവരുടെ സഹായ സന്നദ്ധതയും ആവോളം അനുഭവിച്ചപ്പോൾ, ആവോളം ആസ്വദിച്ചപ്പോൾ പിന്നീട് ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട ആവശ്യം പോലും ഇല്ലല്ലോ എന്ന് തീരുമാനിക്കുന്ന സാഹചര്യങ്ങൾ ഞങ്ങൾക്കുണ്ടായി എന്ന് ഈ മണ്ണിൽ ജീവിച്ച മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾ പോലും പലപ്പോഴും പങ്കുവെച്ച അവരുടെ വീഡിയോ ബൈറ്റുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടവരും കേട്ടവരുമായിരിക്കും നിങ്ങൾ. അത് ഈ നാട്ടിലുള്ള പ്രത്യേകതയാണ്. ഈ നാട്ടിലെ മുസ്ലിമീങ്ങൾ മാത്രമാണ് ആ ഒരു നിലപാടിന് കാരണക്കാർ എന്ന് ഞാൻ വാദിക്കുന്നില്ലെങ്കിലും ഇവിടുത്തെ മുസ്ലിമീങ്ങളുടെ ജീവിത പരിസരത്തിൽ നിന്ന് ഈ സമൂഹത്തിൽ പ്രസരിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും ഉദാത്തമായ സ്വഭാവ സവിശേഷതകളുടെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് അത്തരം നിലപാടുകൾ എന്ന് നമുക്ക് തീർച്ചയായും പറയാൻ സാധിക്കും. നമ്മുടെ നാട്ടിൻപുറങ്ങളിലും അങ്ങാടികളിലും ഇനി പകൽ സമയം അത്യാവശ്യം ചൂടുള്ള സന്ദർഭത്തിൽ ഈ NH-ന്റെ വികസനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടക്കുന്ന ആ തിരക്ക് പിടിച്ച വഴിയോരങ്ങളിൽ പോലും നമ്മുടെ ഒരു വാഹനം പഞ്ചറായാൽ, നമ്മുടെ വാഹനം ബ്രേക്ക് ഡൗൺ ആയാൽ, നമ്മുടെ വാഹനത്തിലെ എണ്ണ കഴിഞ്ഞാൽ നമ്മൾ ഒറ്റക്കാവുന്ന സാഹചര്യം പൊതുവെ മലബാറിലുള്ളവർക്കും മലബാറിന് പുറത്തുള്ള ആളുകൾക്കും അങ്ങനെ ഒരു ആശങ്ക ആവശ്യമില്ല. ആരെങ്കിലും കണ്ടറിഞ്ഞ് സഹായിക്കാറുണ്ട്, ആരെങ്കിലും ചേർത്ത് നിർത്താറുണ്ട്. തൊട്ടപ്പുറത്തുള്ള വീട്ടുകാർ നിങ്ങൾ വിശ്രമിക്കാൻ, നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാം എന്ന് പറയുന്ന കാഴ്ചകൾ അതിശയോക്തിയുടെ, അതല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത എന്തോ ഒരു കാര്യം പറയുന്നത് പോലെ പറയേണ്ട ആവശ്യമല്ല. മറിച്ച് ഇവിടത്തെ മണ്ണിലലിഞ്ഞ, ഇവിടത്തെ വിണ്ണിലലിഞ്ഞ, ഇവിടത്തെ ജീവിതത്തിന്റെ തുടിപ്പുകളിൽ സ്പന്ദനങ്ങളായി നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സവിശേഷത, ആ ഒരു സവിശേഷത നിറഞ്ഞു നിൽക്കുമ്പോൾ അവിടെ മുസ്ലിമീങ്ങൾ ഇസ്ലാമികമായ അവരുടെ മതബോധത്തിന്റെ ഭാഗമായി തങ്ങളുടെ
ചുറ്റുപാടുള്ള ആളുകൾക്ക് അവരിലൂടെ നിർഭയത്വം വിതറുന്നതാണ് എന്ന് പറയാൻ നമുക്കൊരു പ്രയാസവുമില്ല. വയനാട് എന്നത് നമ്മുടെ അതിർത്തി തന്നെയാണ്. ആ വയനാടിൽ ഒരു പരീക്ഷണം കണക്കെ വലിയൊരു ദുരിതം പെയ്തിറങ്ങിയപ്പോൾ ആ മണ്ണിൽ തകർന്നടിഞ്ഞ ആ മണ്ണിൽ അവശേഷിക്കുന്നവരെ അവരെ ജീവിതത്തിലേക്ക്, സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കുവാൻ കയ്യും മെയ്യും മറന്ന് സമർപ്പിത ദൗത്യം നടത്തുന്ന ആയിരക്കണക്കിന് യുവാക്കൾ, ആയിരക്കണക്കിന് പ്രായമുള്ളവർ, ആയിരക്കണക്കിന് സ്ത്രീകൾ, അതിൽ മഹാഭൂരിപക്ഷവും ഈ മലബാറിന്റെ പരിസരത്തുള്ളവരാണ്. അതിൽ തന്നെ നമ്മൾ എണ്ണം നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് മറ്റു ഉദ്ദേശങ്ങളൊന്നുമില്ലെങ്കിലും ചില വസ്തുതകളായി തന്നെ നിറഞ്ഞു നിൽക്കും. അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, അതിനാവശ്യമായ സാമ്പത്തികമായ ഫണ്ടുകൾ പ്രഖ്യാപിക്കുന്നതാണെങ്കിലും അവിടുത്തെ വളണ്ടിയർ സേവനം നടത്തുന്നവരാണെങ്കിലും ഒരുപാട് മുസ്ലിമീങ്ങൾ ഇത് തങ്ങളുടെ ജീവിതത്തിലെ ഒരു അനിവാര്യ ബാധ്യതയാണെന്ന തിരിച്ചറിവോടെ തങ്ങളുടെ സേവന പ്രവർത്തനം നടത്തുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. മറ്റുള്ളവരും ചെയ്യുന്നുണ്ടെങ്കിലും ഒരു മുസ്ലിം ഇത് ചെയ്യുന്നത് അവന്റെ മതം അവനോട് ഇത് ആവശ്യപ്പെട്ടു എന്നതുകൊണ്ടാണ്. നമ്മൾ അവർക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നത്, നമ്മൾ അങ്ങോട്ട് യാത്ര ചെയ്യുന്നത്, ഒരു ജോലി ചെയ്യുന്ന ദിവസം ജോലി ലീവാക്കി അവിടുത്തെ പാവപ്പെട്ടവർക്ക് അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഏതെങ്കിലും ഭൗതികമായ ലക്ഷ്യത്തിലല്ല, മറിച്ചത് നമ്മുടെ മതപരമായ ബാധ്യതയാണ്. നമ്മൾ ജീവിതത്തിൽ സ്വീകരിക്കുന്ന ഈമാനികമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അതിലൂടെ ഭയപ്പാടുള്ള, ആശങ്കകളുള്ള, ജീവിതത്തിന്റെ ഭാവി എന്തെന്നറിയാതെ വിറങ്ങലിച്ചു നിൽക്കുന്ന ആളുകൾക്ക് ആശ്വാസകരമായ, അവർക്ക് ആവശ്യമായ നിർഭയത്വം നൽകുവാൻ നമ്മൾ മതപരമായ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരം പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാകുന്നു എന്നാണ് നമ്മൾ പോലും തിരിച്ചറിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഓരോ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് മുസ്ലിം എന്ന നിലയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രവർത്തനങ്ങൾ ഇതുപോലെയുള്ള നമ്മുടെ ഒരു ആരാധനാലയത്തിന്റെ 4 ചുവരുകളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. പല ആളുകളും മതം എന്ന് പറഞ്ഞാൽ അത് ഒരു സ്ഥലത്ത്, ഒരു കേന്ദ്രത്തിൽ, ഒരു പ്രത്യേക സമയത്ത് നിശ്ചയിച്ചുകൊണ്ട് നിർവഹിക്കുന്നതാണ് എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഇസ്ലാമുമായി ബന്ധപ്പെട്ട പലതും ആശങ്കകളോടെ വിവാദമാകാറുള്ളത്. കേരളത്തിലെ ഒരു കലാലയത്തിൽ അവിടുത്തെ പാവപ്പെട്ട ചില മുസ്ലിം കുട്ടികൾ നമസ്കരിക്കുന്നതിന് വേണ്ടി അവിടുത്തെ ക്ലാസ് മുറികൾ ഉപയോഗിച്ചത് വിവാദമാകുന്നു. അവിടെ തങ്ങൾക്ക് നമസ്കരിക്കാൻ അവിടെയുള്ള ഏതെങ്കിലും ഒരു ആവശ്യവുമില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും മുറികൾ തങ്ങൾക്ക് ഉപയോഗിക്കുവാൻ അനുവാദം ചോദിക്കുമ്പോൾ അത് അപരാധമായി കണക്കാക്കപ്പെട്ട അടുത്ത മണിക്കൂറുകളിലാണ് കേരളത്തിന്റെ വയനാട്ടിലെ പാവപ്പെട്ടവരെ അവരുടെ പുനരധിവാസത്തിന് വേണ്ടി നമ്മുടെ ദേവാലയങ്ങൾ, നമ്മുടെ പള്ളികൾ, നമ്മുടെ മദ്രസകൾ, നമ്മുടെ സെന്ററുകൾ നമ്മൾ തുറന്നു കൊടുത്തത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ട് ആളുകൾ എങ്ങനെ പ്രതികരിച്ചാലും, നമുക്കെതിരെ എന്തൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കിയാലും നമുക്ക് പ്രതികാര ബുദ്ധിയില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം പകവീട്ടുന്ന നിലപാടുകളില്ല. നമ്മൾ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിലൂടെ കാണിച്ച ഉന്നതമായ ഉദാത്തമായ മാതൃകകളെ അനുധാവനം ചെയ്തുകൊണ്ട് നമ്മുടെ കാലഘട്ടത്തിൽ ആവശ്യമായ ബാധ്യതകളും കടമകളും നിർവഹിക്കുന്നവരാണ് എന്നാണ് നമ്മൾ അതിനെക്കുറിച്ച് നമ്മോട് തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സംസാരത്തിന്റെ ആമുഖമെന്ന നിലയിൽ എനിക്ക് ഊന്നി പറയാനുള്ളത്, ഒരു മതം ആ മതത്തിന്റെ ആളുകൾക്ക് മാത്രമാണ് പലപ്പോഴും ആശ്വാസമാവുക. ഒരു മതം അത് ആചരിക്കുന്ന വ്യക്തിക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ ആശ്വാസം നൽകുക. അതുകൊണ്ടാണ് യുക്തിവാദികൾ അടക്കമുള്ള വിമർശകരായ പല ആളുകളും പറയാറുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മതത്തെ പൊതു ഇടങ്ങളിലേക്ക് കൊണ്ടുവരാതിരിക്കുക. മതം നിങ്ങളുടെ സ്വകാര്യ വ്യവഹാരമാണ്. അത് നിങ്ങളുടെ പ്രൈവറ്റായ, പേഴ്സണലായ, വ്യക്തിപരമായ കാര്യമാണ്. അത് നിങ്ങൾ പള്ളിയിലോ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ പ്രാർത്ഥനാ മുറികളിലോ നിങ്ങൾ നിർവഹിക്കുക. മതത്തെ നിങ്ങൾ കൊണ്ടുവരരുത്, കലാലയത്തിലേക്ക് കൊണ്ടുവരരുത്, ഓഫീസുകളിലേക്ക് കൊണ്ടുവരരുത് എന്ന് പറഞ്ഞ് മതത്തെ മാറ്റി നിർത്താൻ പരിശ്രമിക്കുന്ന ആളുകളെ തീർച്ചയായും നമ്മുടെ ജീവിതങ്ങളിലൂടെ
വാക്കുകളിലൂടെ ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കേണ്ടത്, നമുക്ക് മതമെന്നത് ജീവിതത്തിന്റെ ഏതെങ്കിലും ചില നിമിഷങ്ങളിൽ മാത്രം ആവശ്യമായ കാര്യമല്ല. നമുക്ക് മതമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ 24 മണിക്കൂറും, ആഴ്ചയിലെ 7 ദിവസവും, വർഷത്തിലെ 365 ദിവസങ്ങളും നമ്മുടെ ഉണർവിലും നമ്മുടെ ഉന്മേഷത്തിലും നമ്മുടെ ബോധങ്ങളിലും സജീവമായി നിലനിർത്തുവാനുള്ള ഒരു ബാധ്യതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ സംസാരത്തിൽ ഊന്നി പറയാനുള്ളത്, ഇസ്ലാമിക സമൂഹത്തിന്റെ ആദർശപരമായ നിലപാടുകൾ മുഅ്മിനായി ഈമാനിന്റെ അടയാളങ്ങളുമായി അവർ ജീവിക്കുമ്പോൾ അവര് മറ്റുള്ളവർക്ക് കൂടി നിർഭയത്വം പകരുന്നവരാണ്. ഇസ്ലാമോഫോബിയ എന്നത് ഈ നൂറ്റാണ്ടിൽ, കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ 10-30 ഇസ്ലാമിന് നേരെ പത്തി വിടർത്തിയിട്ടുള്ള പ്രതിഭാസമാണ്. ഒരു മുസ്ലിമിനെ കാണുമ്പോൾ, ഒരു തൊപ്പി ധരിച്ചവനെ കാണുമ്പോൾ, ഒരു താടി വളർത്തിയവനെ കാണുമ്പോൾ, നിഖാബ് ധരിച്ചവരെ കാണുമ്പോൾ, മഫ്ത ധരിച്ചവരെ കാണുമ്പോൾ ഒരു തരം ആശങ്ക, അടിസ്ഥാനമില്ലാത്ത ആശങ്ക. അതെങ്ങനെ രൂപപ്പെട്ടു എന്ന് ചോദിച്ചാൽ, ചരിത്രത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രഖ്യാപനം, മൻ ദഖല ദാറ അബീ സുഫിയാൻ ഫഹുവ ആമിൻ. അബൂ സുഫിയാന്റെ വീട്ടിൽ കയറിയവർക്ക് പോലും നിർഭയത്വമുണ്ട്. വമൻ ദഖല ബൈതഹു വഅഗ്ലഖ ബാബഹു ഫഹുവ ആമിൻ. സ്വന്തം വീട്ടിൽ കയറി കതകടച്ചവരെ നിങ്ങൾ നിർഭയരാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അധികാരവും ചെങ്കോലും കൈകളിൽ സ്വസ്ഥമായി ലഭിച്ചപ്പോൾ പോലും പ്രവാചകൻ സ്വീകരിച്ചിരുന്ന നിലപാടുകളാണ് എന്നത് ഈ ഉമ്മത്തിനെ, ഈ തലമുറയെ ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. അതിനെക്കുറിച്ച് വസ്തുതകൾ അറിയാത്തവരും വസ്തുതകളെ തെറ്റിദ്ധരിച്ചവരുമാണ് ഒരു മുസ്ലിമീങ്ങളുടെ അംഗസംഖ്യ കണ്ട് ആശങ്ക വിതക്കുന്നത്. മുസ്ലിമീങ്ങൾ ഇവിടെ പന്നികളെ പോലെ പെറ്റുകൂട്ടുന്നു എന്ന് യാതൊരു മാന്യതയുമില്ലാത്ത അസഭ്യവർഷം പരസ്യമായി ആവർത്തിക്കുവാൻ നമ്മുടെ നാട്ടിലുള്ള ദുഷ്ടമനസ്സുള്ള പ്രത്യയശാസ്ത്രത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ മാധ്യമങ്ങളിലും സ്വകാര്യ ഇടങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഉജ്ജ്വലമായ ചരിത്രങ്ങളെ അറിയാത്തത് കൊണ്ടാണ്. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ ചരിത്രം പോലെ അയൽവാസികൾ, ഇങ്ങനെ ഒരു അയൽവാസിയെ ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് കൊതിക്കുന്ന ഒരു ജീവിത പരിസരത്തിലൂടെ എനിക്കും നിങ്ങൾക്കും പോകാൻ സാധിക്കേണ്ടതുണ്ട് എന്നാണ് ആ ചരിത്രങ്ങളും മുഹൂർത്തങ്ങളും നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇത്തരം ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ, ഇത്തരം അനുഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ നാം തിരിച്ചറിയേണ്ട ഒരു അടിസ്ഥാന ബോധമുണ്ട്. ഇത് ഏതെങ്കിലും പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിൽ മാത്രം പ്രകടിപ്പിക്കേണ്ട പ്രതിഭാസമല്ല. ഒരു പ്രയാസമോ ദുരിതമോ ഏതെങ്കിലും ഒരു അവശ്യ സന്ദർഭമോ ഉണ്ടാകുമ്പോൾ മാത്രമല്ല ഒരു സത്യവിശ്വാസിയുടെ ജീവിതം ചുറ്റുപാടുള്ളവർക്ക് നിർഭയത്വം സമ്മാനിക്കുക. മറിച്ച് ഒരാൾ മുസ്ലിമാണോ, ഒരാൾ മുഅ്മിനാണോ, അയാൾ അല്ലാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഓരോ നിമിഷങ്ങളും, അയാൾ അല്ലാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്ന ഓരോ സന്ദർഭങ്ങളും അയാൾക്ക് മാത്രമല്ല, അയാളുടെ കൂടപ്പിറപ്പുകൾക്ക് മാത്രമല്ല, അയാളെ ആശ്രയിച്ചും അയാളോട് ഇടപഴകിയും ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ ഒരു നന്മ നിറഞ്ഞ പ്രതിഭാസത്തിന്റെ അവസരങ്ങളാണ് സമ്മാനിക്കുക എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇമാം ബുഖാരി അടക്കമുള്ള മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയ വളരെ പ്രശസ്തമായ പ്രസിദ്ധമായ ഒരു നബി വചനമുണ്ട്. അൽ മുസ്ലിം മൻ സലിമൻ നാസ് മിൻ ലിസാനിഹി വയദിഹി. ആരാണ് മുസ്ലിം എന്നോ, ആരുടെ നാവിൽ നിന്നും ആരുടെ കരങ്ങളിൽ നിന്നും ജനങ്ങൾ സുരക്ഷിതരാണോ, ജനങ്ങൾക്ക് നിർഭയത്വമുണ്ടോ, അവരാണ് മുസ്ലിം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നു. വീണ്ടും പ്രവാചകൻ പറയുന്നു, വൽ മുഅ്മിൻ മൻ അമിനഹു നാസ് അലാ ദിമാഉഹും വ അംവാലുഹും. ഏതൊരു കൂട്ടർ അവർക്ക് അവരുടെ ജീവന്റെ കാര്യത്തിലും അവരുടെ സമ്പത്തിന്റെ കാര്യത്തിലും ചുറ്റുപാടുള്ള വ്യക്തികളിൽ നിന്ന് നിർഭയത്വം ലഭിക്കുന്നുവോ എങ്കിൽ ആരിൽ നിന്നാണ് അവർക്ക് നിർഭയത്വം ലഭിക്കുന്നത്? അവരാണ് മുഅ്മിന് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഒരു ഹദീസിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമാര് മുഅ്മിനാര് എന്ന് വിശദീകരിക്കുന്നത്. ഞാൻ മുസ്ലിമാണോ, ഞാൻ മുഅ്മിനാണോ,
നമ്മുടെ ജീവിതം, നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക് ഈ ഹദീസിൽ പറഞ്ഞ ആശയത്തിന്റെ നേർസാക്ഷ്യമായി അനുഭവപ്പെടേണ്ടതുണ്ട്. നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾക്ക് ഞാൻ നല്ലൊരു മുസ്ലിമാണെന്ന് നമ്മളല്ല പറയേണ്ടത്. നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾക്ക് നമ്മുടെ ജീവിതത്തിലൂടെ ഈ നിർഭയത്വം കൃത്യമായി ലഭിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ സ്വഹാബിമാർ വന്ന് ഒരു പരാതി പറയുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ അയൽപ്പക്കത്ത് ജീവിക്കുന്ന ഒരു സ്ത്രീ, അവർ ധാരാളമായി നന്മകൾ ചെയ്യുന്നുണ്ട്, ഞങ്ങളെക്കാൾ കൂടുതൽ നമസ്കരിക്കും, ഞങ്ങളെക്കാൾ കൂടുതൽ സ്വതക ചെയ്യും, പക്ഷേ അവർ വായ തുറക്കുന്നത് ഞങ്ങൾക്ക് പേടിയാണ്. അവൾ സംസാരിച്ചാൽ ഞങ്ങളുടെ എല്ലാ സ്വസ്ഥതയും നഷ്ടപ്പെടും. തന്റെ നാവ് കൊണ്ട് കുത്തിപ്പറയാവുന്ന രൂപം, പരിഹസിക്കാവുന്ന രൂപത്തിൽ പരിഹസിച്ച് അവരുടെ നാവ് കൊണ്ട് സംസാരത്തിലൂടെ അവർ ഞങ്ങളെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്ത്രീയുടെ പാരിത്രിക ജീവിതത്തിന്റെ അവസ്ഥ എന്താണ് നബിയെ എന്ന് സ്വഹാബത്ത് ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇൻഷാ അല്ലാഹ് ഈ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും പള്ളിയിൽ വെച്ച് ജമാഅത്തായിട്ട് നമസ്കരിക്കാം. സൂചിപ്പിച്ചു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മതപരമായ ഇബാദത്തുകൾ നിഷ്ഠയോടെ നിർവഹിക്കുകയും അതിനു പുറമെ ഐച്ഛികമായ സുന്നത്തായ ധാരാളം നന്മകൾ നിർവഹിക്കുകയും ആ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ ജനങ്ങൾക്കിടയിൽ വ്യക്തതയുണ്ടായിരുന്ന ഒരാളെ സംബന്ധിച്ച് ആ സ്ത്രീ അവരുടെ സംസാരത്തിൽ യാതൊരു സൂക്ഷ്മതയും പുലർത്താതെ മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും അവരെക്കുറിച്ച് കുത്തിപ്പറയുകയും ചെയ്യുന്ന രീതികൾ സ്വീകരിക്കാറുണ്ട് എന്ന് കേട്ടപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സംബന്ധിച്ച് പറഞ്ഞ വാചകം ഹിയ ഫിന്നാർ, അവൾ നരകാവകാശിയാണ് എന്നാണ്. അവരുടെ ജീവിതത്തിന് താളം നൽകുന്ന ഇബാദത്തുകളിലൂടെ അവർ നേടിയെടുക്കേണ്ട ഒരു സംസ്കാര വിശുദ്ധി, അവരുടെ ജീവിതത്തിൽ നിലനിർത്തുന്ന ഈമാനിക ഭാവങ്ങളിലൂടെ അവരുടെ ചുറ്റുപാടുള്ളവർക്ക് കൃത്യമായി ലഭിക്കേണ്ട ഒരു സുരക്ഷ അവർ അത് ലംഘിക്കുന്നു എന്നതുകൊണ്ട് ഒരു മുസ്ലിമാണ് എന്ന് പറയാൻ, മുഅ്മിനാണെന്ന് പറയാനുള്ള അർഹത നഷ്ടപ്പെട്ടത് കൊണ്ട് ആ തിന്മകളുടെ പേരിൽ നാളെ പരലോകത്തവർ അതിന് മതിയായ ശിക്ഷ നരകത്തിൽ അനുഭവിക്കേണ്ടി വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചത് ഗൗരവത്തോടുകൂടി നാം ഓർക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ ഒരു പോയിന്റ് സൂചിപ്പിക്കുന്നത് നമ്മൾ ഗൗരവമായി ചിന്തിക്കുക. നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ വായ തുറക്കുമ്പോ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾക്ക് ആശങ്ക ഉണ്ടോ? അയാൾ എന്തെങ്കിലും സംസാരിച്ച ഇനി എന്തൊക്കെയാണാവോ അയാളുടെ വായിൽ നിന്ന് കേൾക്കേണ്ടി വരിക എന്ന് നമ്മുടെ കൂടപ്പിറപ്പുകൾക്കോ സഹപ്രവർത്തകർക്കോ കീഴുദ്യോഗസ്ഥർക്കോ നമ്മെ ആശ്രയിക്കുന്നവർക്കോ ആശങ്കയുള്ള സാഹചര്യമുണ്ട് എങ്കിൽ അത് മതപരമായി ഒരു കടുത്ത ഒരു അപരാധമാണ്. ചില ആളുകൾക്കൊക്കെ ചില ആൾക്കാർ സംസാരിച്ച പരിഹാസങ്ങളെ ഉണ്ടാവുള്ളൂ. തടിയെക്കുറിച്ച്, നിറത്തെക്കുറിച്ച്, ശരീര പ്രകൃതത്തെക്കുറിച്ച് ബോഡി ഷേമിംഗ് നടത്തുന്ന ആളുകളുണ്ട്. ഒരാളുടെ ആത്മവിശ്വാസത്തെ തകർത്തെറിയുന്ന, അയാളുടെ മനസ്സിനെ കുത്തി പരിക്കേൽപ്പിക്കുന്ന, ഒരുപക്ഷെ ഒരു ആയുധത്തെക്കാൾ അയാളുടെ ശരീരത്തെ മുറിവേൽപ്പിക്കും വിധം നാവ് കൊണ്ട് അത്തരത്തിലുള്ള അനാവശ്യ സംസാരങ്ങൾ നടത്തുന്നവർ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ആശങ്കകൾ സമ്മാനിച്ചുകൊണ്ട് കടന്നു പോകുന്നവരാണ്. ഒരു മുഅ്മിനായിരുന്നുവെങ്കിൽ, ഒരു മുസ്ലിമായിരുന്നുവെങ്കിൽ, തന്റെ ആദർശം സത്യസന്ധമായ ജീവിതത്തിൽ പകർത്തുന്നവനായിരുന്നുവെങ്കിൽ അയാളുടെ കൂടപ്പിറപ്പുകൾക്ക് ഇയാളുടെ നാവിൽ നിന്ന് പരിക്കേൽക്കുമായിരുന്നില്ല. നമ്മുടെ സംസാരങ്ങളിൽ എത്രമാത്രം സൂക്ഷ്മത വേണമെന്നോ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറ ഔ ലിയസ്മുത്. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ, ഈമാനുള്ള ആളുകൾ പറയുന്നത് നല്ലതാവുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഇതാണ് സംസാരത്തിൽ കാണിക്കേണ്ട ഈമാനികമായ ഭാവം. ഇപ്പൊ നമുക്കറിയാം, ചില ആളുകളോട് പ്രത്യേകിച്ച് ആൾക്കൂട്ടത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മുടെ നാട്ടിലുള്ള ഒരു പയ്യൻ, അവൻ ഒരു ഡിഗ്രി കഴിഞ്ഞ് അതല്ലെങ്കിൽ +2 കഴിഞ്ഞ് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് അതിന്റെ ചില പ്രയാസങ്ങളിലാണ്.
അവൻ ഉദ്ദേശിച്ച കോഴ്സില് പ്രവേശനം ലഭിച്ചിട്ടില്ല, അതുമായി ബന്ധപ്പെട്ട ഒരു സംഘർഷത്തിലും സങ്കടത്തിലുമാണ്. അങ്ങനെ ഒരാളോട് അയാൾ ആ രംഗത്ത് സ്ട്രഗിൾ ചെയ്യുന്നു എന്ന് അറിഞ്ഞിട്ടും ആൾക്കൂട്ടത്തിൽ വെച്ച് അത്തരം വ്യക്തിയോട് നിന്റെ പഠനം എന്തായി, നിന്റെ അഡ്മിഷൻ എന്തായി, കുറെ കാലമായല്ലോ തേരാപാര നടക്കുന്നത് എന്ന് പരസ്യമായി ചോദിക്കുമ്പോൾ അതൊരു കുശലാന്വേഷണത്തിന്റെ വർത്തമാനമല്ല. അതൊരാളുടെ വിവരങ്ങൾ അറിയാനുള്ള ഒരു ആത്മാർത്ഥമായ നസീഹത്ത് നടന്ന സംസാരമല്ല, മറിച്ചൊരാളെ മാനസികമായി തകർക്കുന്നതാണ്. അയാളത് അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെങ്കിലും അല്ലെങ്കിലും അത്തരക്കാരുടെ സംസാരത്തെ ഭയപ്പെടുന്ന, അവർ വായ തുറക്കുന്ന കാര്യത്തിലുണ്ടാകുമ്പോൾ തങ്ങളുടെ നിർഭയത്വം ചോദ്യചിഹ്നത്തിലാവുന്ന സാഹചര്യം ഇവനെ പോലെയുള്ള വിദ്യാർത്ഥികളെ ബാധിക്കുന്നുവെങ്കിൽ ആ രംഗത്ത് ഈമാനികമായ ഒരു നിലപാട് നഷ്ടപ്പെടുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ നാട്ടിലുള്ള പരിസരത്തുള്ള ഒരാൾ അവൻ വിവാഹം അന്വേഷിക്കുന്നു, അവന് യോജിക്കുന്ന, അവൻ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ഒരു വിവാഹബന്ധമാവുന്നില്ല. ഒരുപക്ഷെ വിദേശത്തു നിന്ന് കുറഞ്ഞ ദിവസത്തെ ലീവിന് വന്നതാണ്. ഈ ലീവിലെങ്കിലും വിവാഹം കഴിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓരോ ആലോചനകൾ പല കാരണങ്ങളാൽ മുടങ്ങുകയോ മുന്നോട്ട് പോവുകയോ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുന്നു. അത്തരം ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വിവാഹം, അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും, വിവാഹ പ്രായമായിട്ട് വിചാരിച്ചതുപോലെ വിവാഹം നടക്കുന്നില്ലെങ്കിൽ അതവരുടെ ജീവിതത്തിലെ വലിയൊരു സംഘർഷമാണ്. പുറത്തേക്ക് എത്ര പുഞ്ചിരിച്ചാലും, പുറത്തേക്ക് എത്ര അത്തരം കാര്യങ്ങൾ സില്ലിയായി അതൊക്കെ നടന്നോളുമെന്ന് പറഞ്ഞാലും അവരുടെ ജീവിതത്തിന്റെ സ്വകാര്യമായ നൊമ്പരമായിരിക്കും അത്. അങ്ങനെയുള്ള ഒരാളെ ആൾക്കൂട്ടത്തിൽ വെച്ച് എന്തായി നിന്റെ കല്യാണം, നിന്റെ ബിരിയാണി കഴിച്ചിട്ട് മരിച്ചാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ പറയുന്നവൻ അതൊരു തമാശയാകും. പക്ഷേ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഈ സംസാരം അവന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നില്ലെന്ന് മാത്രമല്ല, അവന് മാനസികമായ വേദനകളും പിരിമുറുക്കങ്ങളുമാണ് നൽകുക. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി ഒരു കുഞ്ഞിക്കാല് കാണണമെന്ന മോഹത്തോടെ പ്രാർത്ഥനകളും ചികിത്സകളുമായി കഴിഞ്ഞുകൂടി ഒരു വേള ചികിത്സകളിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട് ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ഭാര്യാഭർത്താക്കന്മാർ നമ്മുടെ ചുറ്റുപാടുണ്ട്. അങ്ങനെയുള്ള ഭാര്യാഭർത്താക്കന്മാരിൽ പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ സഹജമായ ചില ദുർബലത കാരണത്താൽ ഇതുമായി ബന്ധപ്പെട്ട് ആളുകൾ ചോദിക്കുന്ന ചോദ്യത്തെ ഏറ്റവും കൂടുതൽ പ്രയാസത്തോടെ കേൾക്കേണ്ടി വരിക സ്ത്രീകളാണ്. കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി, ഇതുവരെ വിശേഷമായിട്ടില്ലേ, ആർക്കാണ് കുഴപ്പം കാണിച്ചിട്ടില്ലേ, ഇതെന്താ ഇങ്ങനെ എന്ന് ആൾക്കൂട്ടത്തിൽ വെച്ച് ചോദിക്കുമ്പോൾ, ആൾക്കൂട്ടത്തിൽ പരസ്യമായി വിചാരണ ചെയ്യുന്നത് പോലെ ചോദിക്കുമ്പോൾ അതിനെ ഉൾക്കൊള്ളുവാൻ പലപ്പോഴും അത്തരം ആളുകൾക്ക് സാധിക്കുകയില്ല. നിങ്ങൾ നോക്കൂ, ജോലിയില്ലാത്തവർ, മക്കളാകാത്തവർ, വിവാഹമാകാത്തവർ, വിചാരിച്ച കോഴ്സിന് സെലക്ഷൻ ലഭിക്കാത്തവർ കുടുംബ വീടുകളിൽ പോലും പോകാൻ പലപ്പോഴും വൈമനസ്യം കാണിക്കാറുണ്ട്. എന്തേ അവർക്ക് കുടുംബ ബന്ധത്തിന്റെ ഊഷ്മളത ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ? ഒരു കുടുംബ സംഗമത്തിലിരുന്നാൽ, ഒരു ഗെറ്റ് ടുഗദറിൽ ഇരുന്നാൽ സന്തോഷമില്ലാത്തത് കൊണ്ടാണോ? ഒരു കല്യാണത്തിന് പോയി എല്ലാവരോടൊപ്പം ഒന്ന് സന്തോഷിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? അതൊന്നുമല്ല. അവർക്ക് അവരുടെ തന്നെ കുടുംബത്തിലോ പരിചയത്തിലോ ഉള്ള ചില ആളുകളുടെ മുനവെച്ച ചോദ്യങ്ങൾ, ചില ആളുകളുടെ ഒട്ടും സ്ഥലകാല ബോധമില്ലാത്ത ചോദ്യങ്ങൾ, അത് പലപ്പോഴും അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കും. ഞാനിത് പറയുന്നത് മുഅ്മിനാണോ അവന്റെ ജീവിതത്തിലെ സംസാരങ്ങൾ നന്മയുള്ളതാവണം, അല്ലെങ്കിൽ മൗനം പാലിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ മുഅ്മിനിന്റെ സംസാരം പോലും ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് നിർഭയത്വമാണ് നൽകേണ്ടത്. അതല്ലാതെ പോയാൽ വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, കുത്തി പറയുന്നവർക്ക് നാശം, അവഹേളിക്കുന്നവർക്ക് നാശം എന്നാണ് നബി സല്ലല്ലാഹു വിശുദ്ധ ഖുർആൻ അതിന്റെ ആയത്തിലൂടെ പഠിപ്പിച്ചിട്ടുള്ളത്. മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, അത് തമാശയല്ല, അത് കോമഡിയല്ല, മറ്റൊരാളുടെ വികാരത്തെ മുറിപ്പെടുത്തുന്നത്, അവരുടെ ആത്മവിശ്വാസത്തെ തല്ലി തകർക്കുന്നത്, അയാളുടെ മുഖത്തെ സന്തോഷം കെടുത്തിക്കളയുന്നത്, ഒരാളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക
ജീവിക്കുവാനുള്ള സാഹചര്യം പോലും തകർത്തെറിയുന്നത്, അയാളുടെ ജീവിതത്തിൽ ആശങ്കകളുടെ കരിമ്പുതപ്പുകൾ വിരിക്കുന്നവർ തങ്ങളുടെ നാവ് കൊണ്ട് ചെയ്യുന്ന അത്തരത്തിലുള്ള അന്യായങ്ങളെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാചകം, സിബാബുൽ മുസ്ലിമി ഫുസൂഖ്, ഒരു മുസ്ലിമിനെ ചീത്ത പറയുന്നത്, ഒരു മുസ്ലിമിനോട് ആക്ഷേപസ്വരത്തിൽ സംസാരിക്കുന്നത് അതൊരു കുഫറിന്റെ നിലപാടാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫർ എന്നർത്ഥത്തിലല്ല, കുഫറുൻ ദൂന കുഫർ, ഏറ്റവും ഗൗരവപ്പെട്ട കുഫറിന്റെ താഴെ രീതിയിൽ ഉൾപ്പെടുന്ന രൂപത്തിലുള്ള ഒരു കുഫറാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. എന്റെ കൂടെയുള്ള ആളുകൾ അവരൊരു മുസ്ലിമാണെങ്കിൽ മുഅ്മിനാണെങ്കിൽ അവൻ സംസാരിച്ചാൽ എനിക്കൊന്നും ആശങ്കയില്ല എന്ന് പറയാൻ നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് പകരം നമ്മെ കണ്ട് അതല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരാളെ കണ്ട് അയാള് വരുന്നുണ്ട്, ഇനി എന്തൊക്കെയാണ് അയാൾ പറയുകയാവോ, ചെവി പൊത്തുന്നതാ നല്ലത്, സ്കൂട്ടാവുന്നതാ നല്ലത്, വിഷയം മാറ്റുന്നതാണ് നല്ലത് എന്ന നിലയ്ക്ക് ചിന്തിക്കേണ്ടി വരുന്ന അത്തരത്തിലുള്ള സംസാരങ്ങൾ തീർച്ചയായും നാം മനസ്സിലാക്കുക. നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു ആദർശത്തിന്റെ നന്മയായി നിറഞ്ഞു നിൽക്കേണ്ട നിർഭയത്വം എന്ന പ്രതിഭാസത്തെ തകർക്കുന്നതാണ്. പക്ഷെ ഇതിന്റെ കൂടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നതിന് നമ്മൾ എന്തിനാണ് ഡൗൺ ആവുന്നത്, അതൊക്കെ നമ്മൾ അതിജീവിക്കേണ്ടതില്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അത് മറ്റൊരു വശമാണ്. ഒരാൾക്ക് ഇത്തരത്തിലുള്ള കെട്ട വാക്കുകൾ അതിജീവിക്കാൻ സാധിച്ചാലും ഇല്ലെങ്കിലും അത്തരം വാക്കുകൾ ഒരാൾ പറയാൻ പാടില്ല. ഗീബത്ത് പറയാൻ പാടില്ല, നമീമത്ത് പാടില്ല, പരിഹാസങ്ങൾ പാടില്ല, ആക്ഷേപങ്ങൾ പാടില്ല, നിന്ദിക്കുന്ന അപവാദ പ്രചാരണങ്ങൾ പാടില്ല. നിങ്ങൾ ആരെക്കുറിച്ചാണോ അത് പറയുന്നത് അവർക്ക് എത്ര തൊലിക്കട്ടിയുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് പറയാൻ പാടുള്ളതല്ല. എന്നാൽ നമ്മുടെ ചുറ്റുപാടുള്ള ആരെങ്കിലും അവരുടെ സംസാരങ്ങൾ നമ്മളെ അസ്വസ്ഥരാക്കുന്നുവെങ്കിൽ നമ്മൾ നിരാശരാവേണ്ട ആവശ്യമില്ല. വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുള്ള ഒരു സന്ദേശം, വലഖദ് നഅലമു അന്നക യളീഖു സദ്റുക ബിമാ യഖൂലൂൻ. പ്രവാചകരെ, ഈ മക്കയിലെ സമൂഹം താങ്കളെ ആക്ഷേപിക്കുമ്പോൾ താങ്കൾക്കുള്ള വേദന നമ്മൾ അറിയുന്നുണ്ട്. താങ്കളുടെ ഓരോ ആൺകുട്ടിയും മരിച്ചു വീഴുമ്പോൾ മുഹമ്മദ് നീ വാലറ്റവനാണ്, നീ ഞങ്ങളുടെ പൂർവീക ദൈവങ്ങളെ ആക്ഷേപിച്ചതിന്റെ പേരിലാണ് നിന്റെ വംശം നിന്നോട് അവസാനിക്കുന്നത് എന്ന് പറഞ്ഞ് പല രൂപത്തിൽ പല ഭാവത്തിൽ നിന്നെ പരിഹസിക്കുന്നവർ, നിന്നെ ആക്ഷേപിക്കുന്നവർ, നിന്നെ കുറിച്ച് അപവാദ പ്രചാരണം നടത്തുന്നവർ, അത് കേൾക്കുമ്പോൾ മനുഷ്യ സഹജമായ വികാരമാണ്. പ്രവാചകന്റെ മനസ്സിൽ ക്ലേശമുണ്ടായി, പ്രവാചകന്റെ മനസ്സിൽ സംഘർഷമുണ്ടായി. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വലഖദ് നഅലമു അന്നക യളീഖു സദ്റുക ബിമാ യഖൂലൂൻ. അവരുടെ സംസാരങ്ങളും അവരുടെ വിമർശനങ്ങളും അവരുടെ ആക്ഷേപങ്ങളും അവരുടെ കുത്തുവാക്കുകളും അത് താങ്കളുടെ മനസ്സിന് സങ്കടമാണ്, താങ്കളുടെ മനസ്സിന് വേദനയാണ്. പക്ഷേ ആ വേദനയെ അതിജീവിക്കാനുള്ള ഒരു മാർഗമുണ്ട്. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക് വകുൻ മിനസ് സാജിദീൻ. മൂന്ന് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഫസബ്ബിഹ്, നീ തസ്ബീഹുകൾ ചൊല്ലുക. സുബ്ഹാനല്ലാഹ് എന്ന ദിക്ർ അങ്ങനെയോ അതല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്ന പദമോ ആശയമോ ഉള്ള പ്രാർത്ഥനകൾ പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും ധാരാളമായി ഉരുവിടുക. രണ്ട്, ബിഹംദ്, തഹ്മീദിന്റെ വാചകം അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ, ആ ദിക്ർ ആ ഒരു ചുരുങ്ങിയ രൂപത്തിലോ അതല്ലെങ്കിൽ ആ ആശയം ഉൾക്കൊള്ളുന്ന വിശാലമായ ദിക്റുകൾ പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും താങ്കൾ ഉരുവിട്ടുകൊണ്ടിരിക്കുക. ധാരാളമായി ദിക്റുകൾ ചൊല്ലുക. മൂന്നാമതായി, ഈ കുത്തുവാക്കുകൾ അതിജീവിക്കുവാൻ താങ്കൾക്ക് മനസ്സിന് ഉറപ്പ് നൽകുന്ന കാര്യം, വകുൻ മിനസ് സാജിദീൻ, നീ സുജൂദ് ചെയ്യുക, നീ നമസ്കാരം നിലനിർത്തുക. ആ നമസ്കാരത്തിലൂടെ നീ നിന്റെ രക്ഷിതാവുമായി നടത്തുന്ന മുനാജാത്ത്, നീ നിന്റെ റബ്ബിനോട് നടത്തുന്ന ആ അഭിമുഖമായ സംസാരം ലോകത്തുള്ള ഒരാളെയും ചിന്തിക്കാതെ, ലോകത്തുള്ള ഒരാളോടും സംസാരിക്കാതെ മനസ്സിന്റെ മുഴുവൻ
ഉറക്കങ്ങളും ഇറക്കി വെക്കാൻ നിനക്കുള്ള താണിയാണ് നിന്റെ റബ്ബ്. ആ റബ്ബിനോട് നീ ചോദിക്കുക, ആ റബ്ബിനോട് തുറന്നു പറയുക, ആ റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത്. ബിലാൽ ഇബ്നു റബാഹ പള്ളിയിൽ ഉണ്ടാകുമ്പോൾ, ഇഖാമത്തിന്റെ സമയമാകുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അരിഹ്നാ യാ ബിലാൽ ബിസ്സലാ, ബിലാലെ ആ ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് കൊടുത്ത് നമസ്കാരത്തിന്റെ വിളംബരം അറിയിക്കൂ. അങ്ങനെ നമസ്കാരത്തിലൂടെ എനിക്ക് നീ റാഹത്ത് നൽകൂ. ഈ നമസ്കരിക്കാനുള്ള സമയം വിളംബരം ചെയ്ത് ആളുകൾ പള്ളിയിലെത്തിയാൽ നമുക്ക് നമസ്കരിക്കാമായിരുന്നു, നമസ്കരിച്ചാൽ എന്റെ മനസ്സിന് റാഹത്ത് ലഭിക്കുമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരുന്ന വാചകം ഞാൻ നേരത്തെ സൂചിപ്പിച്ച സൂറത്തുൽ ഹിജ്റിന്റെ ആയത്തുമായി നമ്മൾ ചേർത്ത് വെക്കണം. നമ്മുടെ നാട്ടിൽ ഈ വയനാടിലെ ദുരന്തമടക്കമുള്ള വ്യത്യസ്ത ദുരന്തങ്ങളുടെ സന്ദർഭത്തിൽ നമ്മൾ കേൾക്കാറുള്ള ചില അനുഭവങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലുള്ള യുക്തിവാദികൾ, നമ്മുടെ നാട്ടിലുള്ള നിരീശ്വരവാദികൾ, അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു പ്രയാസമുണ്ടായാൽ എന്താണ് പരിഹാരമുള്ളത്? മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ പിന്നാലെ പോയി അബോധാവസ്ഥയിലൂടെ കഴിഞ്ഞുകൂടി ഉന്മാദ ലഹരിയിൽ കടന്നുപോയാൽ ആ സമയം അത്രയും തങ്ങളുടെ വിഷമങ്ങൾ മറക്കാമെന്നതല്ലാതെ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നത്തിന് എന്താണ് അവർക്ക് പരിഹാരമുള്ളത്? അവരുടെ മനസ്സിന്റെ വേദനകളും സംഘർഷങ്ങളും ഇറക്കി വെക്കാൻ അവർക്ക് എന്താണ് പരിഹാരമുള്ളത്? എന്നാൽ ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ സങ്കടങ്ങളും സംഘർഷങ്ങളും ഉണ്ടെങ്കിലും അത് അല്ലാഹുവിങ്കൽ സമർപ്പിക്കുവാൻ അവന് സാധിക്കും. മക്കളെ നഷ്ടപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടത്തിയിരുന്ന ഒരു പ്രാർത്ഥനയും അതോടൊപ്പമുള്ള വാചകവും, ഇന്നമാ അശ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്, അല്ലാഹുവേ എന്റെ ജീവിതത്തിന്റെ വേദനകൾ ഞാൻ ഇറക്കി വെക്കുന്നത് നിന്നിലേക്കാണ്, എന്റെ വിഷമങ്ങൾ ഞാൻ പങ്കുവെക്കുന്നത് നിന്നോടാണ്, അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് നീ ആശ്വാസം നൽകണമേ എന്ന് പ്രാർത്ഥിച്ച ആ മഹാന്മാരായ പ്രവാചകന്മാരുടെ ചരിത്രം മതവിശ്വാസികളായ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആശ്വാസമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രയാസമുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് തുറന്ന് പ്രാർത്ഥിക്കുക. നമുക്കൊരു ഇടയാളനും ആവശ്യമില്ല, നമുക്ക് അള്ളാഹുവിനും ഇടയിൽ ഒരു മധ്യവർത്തി ആവശ്യമില്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പറയുക, എന്നെ വിളിക്കുക, എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്നാണ്. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ, എന്നെക്കുറിച്ച് അടിമകൾ ഓരോന്ന് ചോദിക്കുന്നു, ഞാൻ എവിടെയാണ്, ഞാൻ എങ്ങനെയാണ് എന്നവർ ചോദിക്കുന്നു, പറയുക, എന്നോട് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനായി ഞാൻ അവരോടൊപ്പം, അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി അവർക്ക് കാവൽ നൽകുന്നവനായി ഞാൻ കൂടെയുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിന്റെ വാചകം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഘർഷങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രശ്നത്തിന്റെ ഏറ്റവും വലിയ പരിഹാര കേന്ദ്രം റബ്ബാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു പ്രയാസമുണ്ടാകുമ്പോ ഭാര്യയോട് പങ്കുവെക്കുന്നവരുണ്ട്, ഭർത്താവിനോട് കാര്യങ്ങൾ പറയുന്നവരുണ്ട്, കൂടപ്പിറപ്പുകളോട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നവരുണ്ട്. നമ്മുടെ കാര്യങ്ങൾ കേൾക്കുന്ന, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാമെന്ന് നമ്മൾ കരുതുന്ന നമ്മുടെ ആത്മസുഹൃത്തുക്കളോട് നമ്മുടെ ആ വേദനകളും നമ്മുടെ പരിഭവങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ പറയും, എന്റെ മനസ്സിലുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്കൊരു ആശ്വാസം കിട്ടി, ഇതൊരാളോടൊന്ന് പറയാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്നു എന്നാണ്. സാധാരണ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ വീടുമായി ബന്ധപ്പെട്ട ആഭ്യന്തരമായ പ്രയാസങ്ങളും അവിടെയുള്ള ഓരോ അനുഭവങ്ങൾ, നേരനുഭവങ്ങൾ, ദുരനുഭവങ്ങൾ ഉണ്ടാകുമ്പോ ഭർത്താവിനോട് ഓരോ പരാതികൾ പറയും. ആ പരാതികൾ പറയുന്നത് പരിഹാരത്തിന് വേണ്ടിയല്ല, എന്റെ വിഷമങ്ങൾ ഞാനൊന്ന് പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി എന്നാണ് അവര് പറയുക. ഒരു പരിഹാരമുണ്ടാക്കാൻ ഭർത്താവ് വന്നാൽ പിന്നീട് പരിഹരിക്കാൻ കഴിയാത്ത വലിയ വലിയ പ്രശ്നങ്ങൾ ഒരു വീടിന്റെ അകത്തളങ്ങളിൽ ഉണ്ടാവും. ഞാനത് സൂചിപ്പിച്ചത് നമുക്ക് വിഷമങ്ങൾ പറയുക എന്നത് മനുഷ്യ സഹജമായ ഒരു രീതിയാണ്. എന്നാൽ ആ വിഷമങ്ങൾ നമുക്ക് നമ്മുടെ കൂടപ്പിറപ്പുകളോട് പറയാൻ വിരോധമില്ല. പക്ഷെ അതിനൊരു പരിഹാരമുണ്ടാകാൻ, നമ്മുടെ മനസ്സിനൊരു ശക്തി ഉണ്ടാവാൻ, നമുക്കൊരു സഹനശേഷി ഉണ്ടാവാൻ, ഇതുപോലെയുള്ള പ്രതിബന്ധങ്ങൾ അതിജീവിക്കാനുള്ള കരുത്തുണ്ടാവാൻ നമ്മൾ അള്ളാഹുവിലേക്കാണ് നമ്മൾ അഭയം തേടേണ്ടത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ ജീവിതത്തിലുള്ള
കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ എത്രയാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ വിഷമഘട്ടങ്ങളിൽ അള്ളാഹുവിനോടൊന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഓരോ അനുഗ്രഹങ്ങൾ എണ്ണിപ്പറഞ്ഞ് അതിനോടുള്ള ശുക്ർ പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞു തന്ന ഓരോ അനുഗ്രഹങ്ങൾ ഓർത്തു വെക്കുക. അള്ളാഹുവിനോട് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പറയുക. നമ്മുടെ വിഷമങ്ങൾ പരിഹരിക്കപ്പെടണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നമ്മുടെ കണ്ണുകൾ നിറഞ്ഞ് നമ്മുടെ ശരീരം മുഴുവൻ കോരിത്തരിച്ചു പോകുമാറ് ഏകാന്തതയിൽ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്ന ആശ്വാസം, ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്ന ആനന്ദം, അത് പടപ്പുകളോട്, നമ്മുടെ പരിസരത്തുള്ള കൂടപ്പിറപ്പുകളോട് ഹലാലായ രൂപത്തിൽ നമ്മൾ പങ്കുവെച്ചാൽ പോലും ലഭിക്കാത്ത കാര്യങ്ങളാണ്. അള്ളാഹുവിനോട് നമ്മുടെ വിഷമങ്ങൾ പറയുക. അങ്ങനെ ഈ പ്രതിസന്ധികളെ, പ്രതിബന്ധങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു അടിസ്ഥാന നിലപാടായിരിക്കണം എന്ന് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കുക. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾക്ക് നിർഭയത്വം എന്ന ആ ഒരു പ്രതിഭാസം നിറഞ്ഞു നിൽക്കുന്ന ജീവിത പരിസരം നൽകുവാൻ മുഅ്മിൻ അവന്റെ കടമകൾ നിർവഹിച്ചാൽ സാധ്യമാണ് എന്നാണ്. ഇന്നത്തെ കാലത്ത് നമുക്കൊരു പൈസക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരാളോട് കടം ചോദിച്ചാൽ, അല്ലെങ്കിൽ നമ്മളോട് ഒരാൾ കടം ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ തോന്നാറുണ്ടോ? നമ്മുടെ മനസ്സിലെന്താ ഉണ്ടാവുക? കൊടുത്തത് കിട്ടുമെന്നാണ്. എന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നത്? നമുക്ക് അനുഭവങ്ങളുണ്ട്. നമ്മൾ ചില ആളുകൾക്ക് കടം കൊടുക്കും. നമ്മൾ കടം കൊടുക്കുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത പണം കുറെ ഉള്ളത് കൊണ്ടല്ല. നമ്മുടെ തന്നെ അത്യാവശ്യങ്ങൾക്ക് നമ്മൾ കൈവശം വെച്ച പണം നമ്മുടെ സുഹൃത്തൊരു പ്രയാസം പറയുമ്പോ അവന്റെ ഒരു പ്രയാസത്തിന് അറുതി വരട്ടെ, താൽക്കാലിക ആശ്വാസമാകട്ടെ എന്ന നിലക്ക് നമ്മൾ ഒരു റോളിംഗ് പർപ്പസിലാണ് നമ്മൾ നൽകുന്നത്. പക്ഷെ ആ പണം തിരിച്ചു ലഭിക്കുന്നില്ലെങ്കിലോ, അത് ലഭിക്കാൻ അവന്റെ പിന്നാലെ നടക്കേണ്ട അധോഗതിയുണ്ടായാലോ, നമ്മൾ കൊടുത്ത പണം അവൻ പലപ്പോഴായി അല്പാൽപമായി നൽകി അത് ഒരുമിച്ച് ലഭിച്ചിരുന്നുവെങ്കിൽ നമുക്കുള്ള ഉപകാരം നഷ്ടപ്പെടുത്തി കളഞ്ഞാലോ, കയ്യിൽ പണമുള്ളവനും കടം കൊടുക്കാൻ മടിക്കും. എന്തുകൊണ്ടത് സംഭവിക്കുന്നു? ഒരു സത്യവിശ്വാസി മുഅ്മിനായി അവന്റെ ബാധ്യതകൾ കുറ്റമറ്റ രൂപത്തിൽ നിർവഹിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. നമ്മുടെ നാട്ടിൽ ഒരാൾ കടം കൊടുക്കുന്നില്ലെങ്കിൽ കടം കൊടുക്കണം എന്നതാണ് ഇസ്ലാമിന്റെ നിലപാട്. അതൊരു മറ്റൊരു വിഷയമാണ്. പക്ഷേ കടം കൊടുക്കാൻ ആളുകൾക്ക് ധൈര്യം നഷ്ടപ്പെട്ടു പോകുന്നത്, അർഹതപ്പെട്ട ഒരാൾക്ക് താൽക്കാലികമായ ആശ്വാസത്തിനായി ഒരു കടം ചോദിക്കുവാനുള്ള അവസരം പോലും നിഷേധിക്കുന്നത്, ആ രംഗത്ത് നിർഭയത്വം നഷ്ടപ്പെട്ടു പോകുന്നത്, മുഅ്മിനായി തന്റെ കടമകൾ നിർവഹിക്കുന്നതിൽ ആളുകളുടെ ഭാഗത്ത് സംഭവിക്കുന്ന ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഈ വീഴ്ചകൾ കാരണത്താലാണ്. അപ്പം ആ രംഗത്ത് പോലും വളരെ കണിശമായ നിലപാടുകൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ സമാധാനപൂർണമായ, ഊഷ്മളമായ, പരസ്പരം താങ്ങും തണലുമാകുന്ന ഒരു ജീവിത ക്രമവുമായി നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ നാവുമായി ബന്ധപ്പെട്ടത് പറഞ്ഞു, സാമ്പത്തിക ഇടപാട് പറഞ്ഞു. മറ്റൊന്ന്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക് സ്ട്രെസ് ഉണ്ടാക്കരുത്, അസ്വസ്ഥത ഉണ്ടാക്കരുത്. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം, അതിപ്പോ നമ്മളൊരു വഴിയരികിൽ വാഹനം പാർക്ക് ചെയ്യുന്നതാണെങ്കിൽ പോലും വഴിയിലെ ഉപദ്രവം, മാർഗ തടസ്സം അത് നീക്കം ചെയ്യുന്നത് സ്വതക്കയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഒരു വഴിയിൽ ഒരു മരത്തടി വീണ് കിടക്കാണ്. ആ മരത്തടി അതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഗതാഗത തടസ്സമുണ്ടാക്കുന്നു. ആ സമയത്തൊരാൾ ആ വഴിയിൽ തടസ്സമായിരുന്ന മരം അയാൾ പരിശ്രമിച്ച് കഷ്ടപ്പെട്ട് അത് വഴിയരികിലേക്ക് നീക്കുകയും നടന്നു പോകുന്ന, സഞ്ചരിക്കുന്ന, വാഹനപ്പുറത്ത് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ആശ്വാസകരമായ നിലപാട് സ്വീകരിക്കുമ്പോൾ അയാൾക്ക് നാളെ പരലോകത്ത് സ്വർഗം ലഭിക്കുന്നതിനുള്ള കാരണങ്ങളിൽ ഈ നന്മയും ഉയർന്നു നിൽക്കും, പ്രകടമായി നിൽക്കുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം, അത് ഏത് പ്രവർത്തനമാണെങ്കിലും അത് നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു കാര്യമാവരുത്. ഒരു രോഗിനെ സന്ദർശിക്കാൻ പോവാണ്. രോഗിനെ സന്ദർശിക്കുന്നത് എന്തിനാ? അയാൾക്ക് ആശ്വാസം കിട്ടാനാണ്.
അതിന് പകരം ആ രോഗിയുടെ അടുത്ത് പോയി അയാളെ കാര്യങ്ങൾ കേട്ടറിഞ്ഞ് ഡോക്ടർ സ്കാനിങ്ങുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പറഞ്ഞാല് അയാളെ ഭയപ്പെടുത്തുന്ന, അയാളുടെ കൂടെയുള്ള ആ ബൈസ്റ്റാൻഡേഴ്സിനെ അസ്വസ്ഥരാക്കുന്ന, ആശങ്കപ്പെടുത്തുന്ന സംസാരങ്ങൾ നമ്മൾ എന്തിനാ നടത്തേണ്ടത്? അങ്ങനെ നമ്മൾ നടത്താൻ പാടില്ല. അതായത് ഒരു സന്ദർഭവും സാഹചര്യവും കൃത്യമായി വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുന്നതിന് പകരം ഞാനൊക്കെ ഇങ്ങനെ തുറന്നു പറയുന്ന ആളാണ്, ഞാനതൊന്നും ചിന്തിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള രോഗിയെ കൂടുതൽ നിരാശനാക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും തന്നെ ഉണ്ടാകാൻ പാടില്ല. ഇപ്പൊ പല രോഗങ്ങളും, ക്യാൻസർ അടക്കമുള്ള രോഗങ്ങള്, ആ രോഗത്തെ അതിജീവിച്ച ആളുകളുണ്ട്. ആ രോഗത്തെ അതിജീവിച്ച ആളുകൾ അവരുടെ അനുഭവങ്ങൾ പറയുമ്പോ ഞാൻ എപ്പോഴും പോസിറ്റീവായിരുന്നു എന്നാണ് പറയാറുള്ളത്. എന്റെ ചുറ്റുവട്ടത്തിൽ നിന്ന് നെഗറ്റീവായ, എന്റെ മനസ്സിനെ മടുപ്പിക്കുന്ന, നിരാശപ്പെടുത്തുന്ന സംസാരങ്ങൾ, ആ സംസാരങ്ങളിൽ നിന്ന് ഞാൻ മുക്തമായിരുന്നു. എന്റെ മനസ്സും ശരീരവും ശാന്തമായിരുന്നു. പ്രാർത്ഥനകളിലൂടെ, അതേപോലെ ചിട്ടയായ ജീവിതത്തിലൂടെ ഈ രോഗം കൂടുതൽ വ്യാപിക്കുന്നതിൽ നിന്ന്, ഗുരുതരമാകുന്ന അവസ്ഥയിൽ നിന്ന് എത്രയോ അതിജീവിക്കുവാൻ എനിക്ക് സാധിച്ചു എന്ന് പറയാറുണ്ട്. അതേപോലെ ചില വിവരണങ്ങൾ കേട്ട് ആളുകൾക്ക് അങ്ങനെ തന്നെ അറ്റാക്ക് ഉണ്ടാവും. ഇപ്പൊ കോവിഡ് ഉണ്ടായ സമയം നമുക്ക് ഓർമ്മയുണ്ടാവും. പല ആളുകളും മരണപ്പെട്ടത് കോവിഡിന്റെ ഭീതിജനകമായ ആ വാർത്തകൾ കണ്ടുകൊണ്ടായിരുന്നു. ചില രാജ്യങ്ങളിൽ മോർച്ചറിയിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് മോർച്ചറിയിൽ കിടക്കുന്ന ആ മൃതദേഹങ്ങള് റോഡ് സൈഡിലേക്ക് ആശുപത്രിയുടെ കോമ്പൗണ്ടിൽ മാറ്റി നിർത്തപ്പെടുകയും, മോർച്ചറിയിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് ICUവിലെ മരണപ്പെട്ട ആളുകൾ അവിടെ തന്നെ അവശേഷിക്കുകയും, സങ്കീർണമായ സാഹചര്യത്തിലുള്ള ആളുകളെ ICUവിൽ പോലും പ്രവേശിക്കാൻ സാധിക്കാത്ത ചില സാഹചര്യം ഇറ്റലി പോലെയുള്ള ചില രാജ്യങ്ങളിൽ ഉണ്ടായത് മാധ്യമങ്ങളിൽ കണ്ടപ്പോൾ ഒറ്റക്കുള്ള തങ്ങളുടെ നിമിഷത്തിൽ ഇതുപോലെയുള്ള വാർത്തകൾ കണ്ട് ഞാനും ഇങ്ങനെയാകുമോ എന്ന് പേടിച്ച് ഭയപ്പെട്ട് സൈലന്റ് അറ്റാക്ക് വന്ന്, കോവിഡ് ഇല്ലാതെ അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ വാർത്തകൾ പോലും നമ്മൾ ആ കാലഘട്ടത്തിൽ കണ്ടിരുന്നു. അത് മനുഷ്യന്റെ ഒരു ദുർബലതയാണ്. ആത്മഹത്യക്ക് യാതൊരു എക്സ്ക്യൂസും ഇല്ല. ആത്മഹത്യ കടുത്ത അപരാധമാണ്, സംശയമില്ല. പക്ഷെ ഒരാളെ മാനസികമായി തകർക്കാൻ ചില വാക്കുകൾക്ക്, ചില വാർത്തകൾക്ക്, ചില സന്ദേശങ്ങൾക്ക് സാധിക്കുമെന്നത് നമുക്കറിവുള്ളപ്പോൾ, പ്രത്യേകിച്ച് രോഗികളെ സന്ദർശിക്കുന്ന ആളുകൾ, അതേപോലെ ഒരു കാര്യത്തെക്കുറിച്ച് അസ്വസ്ഥനായി നിൽക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് കൂടുതൽ ആശങ്കകൾ സമ്മാനിക്കുന്ന സംസാരങ്ങൾ ഒരിക്കലും പാടില്ല. അതേപോലെ ഇന്ന് പുതിയ കാലത്ത് പ്രാങ്ക് എന്നത് ഒരു വ്യാപകമായ രീതിയാണ്. അത് ഞങ്ങൾ കളിപ്പിച്ചതാണ്, ഒന്ന് പേടിപ്പിച്ചതാണ്, ഇതൊക്കെ ഒരു രസല്ലേ, അങ്ങനെ ചെയ്തതാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ കളിയാവാം, തമാശയാവാം, കളി കാര്യമാവരുത് എന്ന് പറയുന്നത് പോലെ ഈ ഒരു പരിസര ബോധമില്ലാത്ത സാഹചര്യങ്ങളെ കുറിച്ച് ഔചിത്യബോധമില്ലാതെ ചിലപ്പോൾ ചില രീതികൾ ചെയ്യുന്നത് വലിയ അനർത്ഥങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഇത്തരം രീതിയും ഒരു മുഅ്മിനിൽ നിന്ന് പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു സംഘം യാത്ര ചെയ്യുകയാണ്. ഒരു പ്രദേശത്ത് മരത്തണലിൽ ഓരോരുത്തർ വിശ്രമിക്കാണ്. അപ്പൊ അവരുടെ വാള്, അതേപോലെ യാത്രയിൽ അവർ കൈവശം വെക്കുന്ന ആ ചെറിയ പ്രതിരോധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അവരുടെ ആയുധം, അതേപോലെ അവരുടെ വാഹനം, അതൊക്കെ ആ പരിസരത്ത് തന്നെയാണ്. ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോ ഇതൊക്കെ തന്റെ ചുറ്റുപാട് തന്നെ കണ്ടാലേ സ്വസ്ഥതയുണ്ടാവൂ, ഇല്ലെങ്കിൽ ആകെ ആശങ്കയായിരിക്കും. അങ്ങനെയുള്ള രൂപത്തിൽ കിടന്നുറങ്ങുമ്പോ ചില ആളുകൾ തമാശക്ക് വേണ്ടി അവിടെയുള്ള ഒരു കയറ് കെട്ടിയിടുകയും അവിടെ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു. ഈ സ്വഹാബി ഉണർന്ന് അയാൾ ഭയപ്പെടുകയും ഭയചകിതനാവുകയും ചെയ്യുകയും ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുകയും ചെയ്തപ്പോൾ അവിടുന്ന് പറഞ്ഞു, ലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യുറവ്വിഅ മുസ്ലിമാ. മുസ്ലിമായ ഒരു സഹോദരനെ ഭയപ്പെടുത്തുന്ന നിലപാടുകൾ, ആശങ്കകൾ ഉണ്ടാക്കുന്ന നിലപാടുകൾ ഒരിക്കലും തന്നെ ഒരു മുസ്ലിമിന് പാടില്ല എന്നാണ്. അതൊരു തമാശക്ക് വേണ്ടി, നേരം പോക്കിന് വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ പോലും ഞാൻ ഈ സൂചിപ്പിച്ച നമ്മുടെ ഈ പ്രമേയത്തിന്റെ ആശയമായ നിർഭയത്വം എന്ന ആ ഒരു പ്രതിഭാസത്തിന് വിഘാതമാകുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നാണ്. അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, പേടിപ്പിക്കുന്നത് സംസാരത്തിലൂടെ മാത്രമല്ല, ഒരു ഇരുമ്പ് കയ്യിൽ വെച്ച്, ഒരു ആയുധം കയ്യിൽ വെച്ച് വീശിക്കൊണ്ടോ നേരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടോ ഒരാളെ പേടിപ്പിക്കുന്ന രീതി, അതും പാടില്ല എന്നാണ്. കളിയാവാം,
രസമാവാം, തമാശയാവാം, എന്നാൽ ചില ഇനങ്ങൾ പാടില്ല. അതിൽപ്പെട്ടതാണ് ആയുധങ്ങൾ കയ്യിലേന്തി മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്ന രീതി. ചെറിയ കുട്ടികളെയാണെങ്കിലും മുതിർന്നവരെയാണെങ്കിലും ദേശമുള്ള സന്ദർഭങ്ങളിലാണെങ്കിലും അത് പാടില്ല. നമ്മുടെ നാട്ടിൽ നമ്മൾ ചില വാർത്തകൾ, പ്രത്യേകിച്ച് മറ്റു ചില സംസ്ഥാനങ്ങളിലുള്ള ചില വാർത്തകൾ കാണും. അബദ്ധത്തിൽ ബുള്ളറ്റ് ഒപ്പമുള്ളവന്റെ ശരീരത്തിൽ കയറി അയാള് സ്പോട്ടിൽ മരണപ്പെട്ടു എന്നൊക്കെ പറയാറുണ്ട്. അയാൾ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചതാവില്ല, പക്ഷെ ഒന്ന് പേടിപ്പിക്കണമെന്നോ അതല്ലെങ്കിൽ ആ നിലയ്ക്കൊരു കളിതമാശ നേരം പോക്കായി ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് സംഭവിക്കുന്ന ചില അനർത്ഥങ്ങളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ലാ യുശീറു അഹദുകും അലാ അഖീഹി ബിസ്സിലാഹ്. ആയുധം മറ്റൊരാൾക്ക് നേരെ നിങ്ങൾ ചൂണ്ടരുത്. ആയുധം കാണിച്ചുകൊണ്ട് മറ്റൊരാളെ നിങ്ങൾ പേടിപ്പിക്കരുത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ആ നിലക്ക് ഞാൻ ഈ പറഞ്ഞ ഈ നിർഭയത്വം ജീവിതത്തിന്റെ എല്ലാ പരിസരങ്ങളിലും ഉണ്ടാവണം. നമ്മളിൽ നിന്നുള്ള ഈ നിർഭയത്വം ഏറ്റവും നന്നായി ലഭിക്കേണ്ട ഒരു കൂട്ടർ നമ്മുടെ അയൽവാസികളാണ്. അയൽവാസിക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉസ്മാൻ റളിയല്ലാഹുവിനെ പോലെ ഒരു അയൽവാസിയായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ കാര്യത്തിൽ അവർക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ. അല്ലാഹുവാണ് സത്യം, അയാൾ വിശ്വാസിയല്ല. ആരെ കുറിച്ചാണ് റസൂൽ അത് പറഞ്ഞതെന്നോ? അല്ലദി ലാ യഅ്മൻ ജാറുഹു ബവാഇഖുഹു. ഏതൊരാളുടെ ഉപദ്രവത്തിൽ നിന്ന് അയൽവാസികൾ നിർഭയർ അല്ലയോ അവർ വിശ്വാസിയല്ല. അഥവാ എന്റെ കാര്യത്തിൽ എന്റെ അയൽവാസിക്ക് ഭയമാണ്, ഞാൻ അവർക്ക് എതിരെ എന്തെങ്കിലും ചെയ്യുമെന്ന ഭയമാണ്, അവരുടെ സ്വത്ത് അപഹരിക്കുമെന്ന ഭയമാണ്, എന്റെ വീട്ടിലുള്ള രഹസ്യങ്ങൾ ചോർത്തി ഞാൻ അയാൾക്കെതിരെ എന്തെങ്കിലും ചെയ്യുമോ എന്ന ഭയമാണ്, അതല്ലെങ്കിൽ അതിർത്തി കയ്യേറി അതിരി കയ്യേറി അയാളുടെ ഭൂമി ഞാൻ കൈവശപ്പെടുത്തുമോ എന്ന പേടിയുണ്ടെങ്കിൽ അയാൾ സത്യവിശ്വാസിയല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ ഈ രംഗത്തെല്ലാം കണിശമായ നിർദ്ദേശങ്ങൾ ഇസ്ലാം പരിചയപ്പെടുത്തുന്നു. ക്വാറന്റൈൻ എന്ന വാക്ക് നമുക്കിന്ന് സുപരിചിതമാണ്. കോവിഡ് കാലത്താണ് ക്വാറന്റൈൻ രീതികൾ നമ്മുടെ നാട്ടിൽ കൂടുതൽ വ്യാപകമായ അർത്ഥത്തിൽ ആ പ്രയോഗം ഉപയോഗിച്ചത്. അതിനു മുന്നേ നമ്മുടെ വീട്ടിൽ നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ചില പ്രത്യേക പകർച്ചവ്യാധികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ മുറിയിൽ ഒതുങ്ങുകയും അവർക്കുള്ള ഭക്ഷണം അവർക്കുള്ള പാത്രം സെപ്പറേറ്റ് ആയിട്ട് മാറ്റി നിർത്തുകയും ചെയ്യുന്ന ക്വാറന്റൈന്റെ രീതികളൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിൽ ശീലിച്ചിരുന്നതാണ്. എങ്കിലും പൂർണ്ണമായ രൂപത്തിലുള്ള ഒരു ക്വാറന്റൈൻ എന്നത് ഈ കഴിഞ്ഞ വർഷങ്ങളിലായിരുന്നു നമ്മൾ അത്തരം ഒരു രീതിയോട് ഇടപഴകിയിരുന്നത്. പക്ഷെ ആ രംഗത്തും ഇസ്ലാമിന്റെ ചില നിർദ്ദേശമുണ്ട്. ഒരാൾ ഒരു നാട്ടിൽ പ്ലേഗ് പോലെയുള്ള പകർച്ചവ്യാധികളുള്ള ഒരു നാട്ടിലെത്തുന്നു. ആ നാട്ടിലെത്തി കഴിഞ്ഞാൽ ആ നാട്ടിൽ ആ മഹാമാരി ഉണ്ടെങ്കിൽ പിന്നീട് അയാൾ സ്വദേശത്തേക്ക് തിരിച്ചു പോകാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം. എന്തേ കാരണം? അവിടെ പോയ ഒരാൾ ആ നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയാൽ പിന്നെ ഈ നാട്ടിലുള്ള ആളുകൾക്കെല്ലാം പിന്നീട് അസ്വസ്ഥതയായിരിക്കും. ഇയാൾ അവിടെ പോയതാണ്, അയാളിൽ നിന്ന് ഇനി എനിക്ക് രോഗമുണ്ടാവുമോ, ഇയാളുമായി ഇടപെട്ടവർക്ക് സഹവസിച്ചവർക്ക് രോഗമുണ്ടാകുമോ എന്ന ആശങ്കയാണ്. ആ ആശങ്ക പോലും ഉണ്ടാക്കുന്ന നിലപാടുകൾ ഒരു മുസ്ലിമിൽ നിന്ന് ഉണ്ടാവരുത് എന്നാണ്. സ്വഹാബിമാരുടെ കൂട്ടത്തിൽ പ്രഗത്ഭനായിരുന്നു അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ഒരിക്കൽ പറഞ്ഞത് ലികുല്ലി ഉമ്മത്തിൻ അമീൻ വ അമീനു ഹാദിഹിൽ ഉമ്മ അബൂ ഉബൈദ. ഓരോ സമുദായത്തിലും വിശ്വസ്തരായ ചില ആളുകളുണ്ട്. ഈ സമുദായത്തിലെ വിശ്വസ്തൻ, ഈ സമുദായത്തിൽ അമാനത്ത് ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നവൻ അത് അബൂ ഉബൈദയാണ് എന്നായിരുന്നു. ആ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു രണ്ടാം ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്താണ് മരണപ്പെടുന്നത്. അദ്ദേഹം ഒരു നാട്ടിൽ പോകുന്നു. ആ നാട്ടിൽ ഈ അസുഖം വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. അബൂ ഉബൈദയാവട്ടെ മദീനയിൽ നിന്ന് ആ നാട്ടിൽ
പുറപ്പെടുകയും ചെയ്തു. അദ്ദേഹം അവിടെ എത്തുന്ന ഏറെക്കുറെ ആ സന്ദർഭത്തിലാണ് ആ നാട്ടിലെ മഹാമാരിയെ കുറിച്ച് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വിവരം ലഭിക്കുന്നത്. ഇന്നത്തേതുപോലെ അനുനിമിഷം വാർത്തകളും വിശേഷങ്ങളും പങ്കുവെക്കാവുന്ന സാങ്കേതിക സംവിധാനങ്ങൾ മാധ്യമങ്ങളില്ലാത്തൊരു കാലമാണ്. മഹാനായ ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു ഏറെ അസ്വസ്ഥനായി കണ്ടത് ആ ഒരു മുഹൂർത്തത്തിലായിരുന്നു. അബൂ ഉബൈദ എന്ന പ്രഗൽഭനായ സഹാബി ആ നാട്ടിലേക്കാണല്ലോ പോയത്. അദ്ദേഹം അവിടെ എത്തി രോഗിയായാൽ അദ്ദേഹത്തിന് വല്ല ആപത്തും സംഭവിച്ചാൽ എന്ന് ഖലീഫക്ക് വിഷമമായി. ഖലീഫ ദൂതൻ വഴി അദ്ദേഹത്തിനുള്ള ഒരു കത്ത്, അദ്ദേഹത്തിനുള്ള സന്ദേശം അയക്കുന്നു. എത്രയും പെട്ടെന്ന് ഈ കത്ത് ലഭിക്കുന്ന ഉടനെ താങ്കൾ മദീനയിലേക്ക് തിരിച്ചു വരണം, താങ്കൾ സുരക്ഷിതനാവണം, താങ്കൾക്ക് ഈ രോഗമെന്ന പ്രയാസം ഉണ്ടാകരുത് എന്നായിരുന്നു. എന്നാൽ കത്ത് ലഭിച്ചപ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു അതിന് മറുപടി നൽകിയത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാമാരിയുള്ള ഒരു നാട്ടിലെത്തിയാൽ നിങ്ങൾ പിന്നീട് അവിടെ നിന്ന് മടങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മഹാമാരി ഒരു നാട്ടിലുണ്ടെന്ന് അറിഞ്ഞാൽ അങ്ങോട്ട് പോവുകയും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെന്റെ ജീവിതത്തിലെ അത് പ്രയോഗവൽക്കരിക്കുവാനുള്ള നിമിഷമാണ്. എനിക്ക് അതുകൊണ്ട് മടങ്ങാൻ സാഹചര്യമില്ല എന്ന് തന്റെ നേതാവിന്, നായകന് മറുപടി അയച്ച അബൂ ഉബൈദ റളിയല്ലാഹുവിന്റെ ചരിത്രം, തന്റെ ജീവിതത്തിന്റെ ഒരു നിലപാട് മറ്റുള്ളവർക്ക് അസ്വസ്ഥതയുണ്ടാകാൻ, മറ്റുള്ളവർ അതിന്റെ റൂട്ട് മാപ്പ് വരച്ച് അവരെല്ലാം അതിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവരുത് എന്ന് മഹാനായ ആ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉൾക്കൊണ്ടിരുന്നു എന്നതാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ചരിത്രത്തിലെ ഒരു സംഭവം. ഒരു വ്യക്തി അയാളുടെ കീഴിലുള്ള അടിമയെ മർദ്ദിക്കുകയാണ്. ആ മർദ്ദിക്കുന്നത് അല്പം ക്രൂരമായപ്പോൾ ഇത് കാണുന്ന ഒരാൾ ചോദിച്ചു, ഈ അടിമയെ നിനക്ക് ഉടമപ്പെടുത്തിയത് ഏകനായ അല്ലാഹുവാണ്, ആ അല്ലാഹു നിന്നെ കൈകാര്യം ചെയ്യുന്നത് നീ സൂക്ഷിക്കുക എന്ന്. ഇത് കേട്ടപ്പോൾ ആ വ്യക്തി ആ മർദ്ദനത്തിൽ നിന്ന് പിന്മാറി. നാളെ പരലോകത്ത് അല്ലാഹു എന്റെ കീഴിലുള്ള, എന്റെ ആശ്രയത്തിൽ കഴിയുന്ന ആളുകളോട് ഞാൻ ചെയ്തു പോയ അപരാധത്തിന്റെ പേരിൽ എന്നെ പിടികൂടുമെന്ന് തിരിച്ചറിഞ്ഞ് അയാൾ ആ തിന്മയിൽ നിന്ന് മാറി നിന്നത് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. നമ്മൾ നമ്മുടെ കൂടപ്പിറപ്പുകളോട് ഏത് നിലപാട് സ്വീകരിക്കുന്നു എന്ന് നോക്കുക. ഡൊമസ്റ്റിക് വയലൻസ് പല വീടുകളുടെയും ദുഃഖമാണ്. ഗാർഹിക പീഡനം, അതേപോലെ ടോക്സിക് പാരന്റിംഗ് എന്ന് പറയുന്ന മക്കളെ വീർപ്പുമുട്ടിക്കുന്ന, മക്കളെ പ്രയാസപ്പെടുത്തുന്ന, അവരുടെ സന്തോഷവും ഫാഷനും തിരിച്ചറിയാതെ ഉപ്പയുടെ, ഉമ്മയുടെ, രക്ഷിതാക്കളുടെ ആഗ്രഹങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന, ജീവിതത്തിന്റെ വസന്തം തല്ലി തകർക്കുന്ന ആ നിലപാടുകൾ സ്വീകരിക്കുന്നവർ ഇത്തരം ചരിത്രങ്ങൾ പാഠമാക്കണം. തന്റെ കൂടെ ജോലി ചെയ്യുന്നവർ, കീഴുദ്യോഗസ്ഥർ, സബോർഡിനേറ്റ്സ്, അതല്ലെങ്കിൽ നമ്മൾ കൂലിക്ക് വിളിക്കുന്ന ആളുകൾ, അവരോട് പെരുമാറുന്നവർ, അവരോടുള്ള ഡീലിംഗ് നടത്തുന്നവർ, ആ രംഗത്തെല്ലാം മതം അനുശാസിക്കുന്ന ആ നിർഭയത്വത്തെ നമുക്ക് കൃത്യമായി ജീവിതത്തിൽ നിലനിർത്തുവാൻ സാധിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ആളുകളാണ്. ഞാനിതെല്ലാം സൂചിപ്പിക്കുന്നത് ഇസ്ലാം എന്ന ആദർശം നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ, ഞാൻ ഈ എണ്ണിപ്പറഞ്ഞ ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിൽ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾക്ക് നിർഭയത്വവും കരുണയും കാരുണ്യവും ആശ്രയവുമാകുന്ന ഒരു സാഹചര്യം ഉറപ്പുവരുത്തുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. ആ രംഗത്ത് വീഴ്ച വരുത്തുന്നവൻ, അവർ നമസ്കരിച്ചത് കൊണ്ട് എന്താണ് പ്രയോജനം? അത്തരം ആളുകൾ അവരുടെ ജീവിതത്തിൽ സദഖ ചെയ്തത് കൊണ്ട് എന്താണ് പ്രയോജനം? കാരണം അല്ലാഹുവാണ് പറഞ്ഞത്, ദീനിനെ കളവാക്കിയവരാണ് അവർ എന്ന്. അല്ലാഹുവാണ് പറഞ്ഞത്, അവഹേളിക്കുന്ന, കുത്തിപ്പറയുന്ന, പരിഹസിക്കുന്നവർക്ക് നരകത്തിന്റെ നാശമെന്ന് അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞത്. സംസ്കാര വിശുദ്ധി കാത്തു സൂക്ഷിക്കാതെ ഇബാദത്തുകൾ ജീവിതത്തിൽ സ്വാധീനിക്കാത്ത ആ സ്ത്രീ, അവൾ നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് ഈ ഒരു പ്രമേയത്തിന്റെ ഈ ഒരു വശത്തെ കുറിച്ച് വളരെ കാര്യബോധത്തോടു കൂടി നാം കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇനി എന്റെ വിഷയത്തിന്റെ രണ്ടാമത്തെ തലം വളരെ
വളരെ സംക്ഷിപ്തമായി ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ആശ്വാസം ഉണ്ടാവണം, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു നിർഭയത്വം ഉണ്ടാവണം. ആ നിർഭയത്വം ഉണ്ടാകാനുള്ള അടിത്തറ ഏകദൈവ വിശ്വാസമാണ്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശം അത് യാതൊരു അപാകതകളുമില്ലാതെ അത് സ്വീകരിക്കുക എന്നതാണ് അതിനുള്ള മാർഗം. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിൾളുൽം. ഈമാനുള്ള ആളുകൾ അവരുടെ വിശ്വാസത്തിൽ കലർപ്പുകളില്ല, ശിർക്കിന്റെ ലാഞ്ചനകളില്ല, ശിർക്കിന്റെ അടയാളങ്ങളില്ല. ഏകദൈവ വിശ്വാസത്തിന്റെ ലാ ഇലാഹ ഇല്ലല്ലയുടെ തങ്കം നിറമുള്ള ആദർശമാണ് അവർ ജീവിതത്തിൽ പകർത്തുന്നത് എങ്കിൽ ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് നിർഭയത്വം, അവർക്ക് മാത്രമാണ് നിർഭയത്വം എന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുള്ളത്. ആ നിർഭയത്വം എല്ലാവർക്കും ലഭിക്കുകയില്ല. ആ നിർഭയത്വം കറകളഞ്ഞ ആദർശമുള്ളവർക്ക് മാത്രമാണ് ലഭിക്കുക. അത് പാരമ്പര്യമായി ലഭിക്കുന്നതല്ല, ആൾക്കൂട്ടത്തിലിരുന്ന് ലഭിക്കുന്നതല്ല, ഏതെങ്കിലും അനുഭവങ്ങളിലൂടെ ലഭിക്കുന്നതല്ല, സ്വപ്നകഥകളിലൂടെ ലഭിക്കുന്നതല്ല, ബുർദാ മജ്ലിസുകളിലൂടെ ലഭിക്കുന്നതല്ല, ഏതെങ്കിലും ദിക്ർ ഹൽഖയിൽ പങ്കെടുത്തത് കൊണ്ട് ലഭിക്കുന്നതല്ല, ഏതെങ്കിലും സിയാറത്തുകൾ നടത്തിയത് കൊണ്ട് ലഭിക്കുന്നതല്ല. അല്ലാഹുവാണ് ആരാധനക്കർഹനെന്ന പ്രവാചകന്മാരുടെ ആദർശത്തെ സത്യസന്ധമായി പഠിച്ചാലല്ലാതെ ആ ആദർശത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് പ്രവാചകനോട് പോലും വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരോടാണ് ഇത് പറഞ്ഞത്? നമുക്ക് തീരെത്തിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. പ്രവാചകരെ, താങ്കൾ അറിയണം, അല്ലാഹുവല്ലാതെ ഇലാഹില്ല, അല്ലാഹുവല്ലാതെ ഒരു ദൈവമില്ല, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി ആരും തന്നെ ഇല്ല എന്നത് നീ മനസ്സിലാക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പറഞ്ഞത്. അത് നമ്മളും മനസ്സിലാക്കണം, സർവരും മനസ്സിലാക്കണം, അഹങ്കാരമില്ലാതെ മനസ്സിലാക്കണം. മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനിയുടെ വിശ്രുതമായ ഗ്രന്ഥത്തിൽ അടയാളപ്പെട്ട ഒരു വാചകം, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിക കം ഇലാഹ്. നിനക്കെങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ സാധിക്കും? നിന്റെ മനസ്സിൽ എത്ര ആരാധ്യന്മാർ, നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ, നിന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ, നിന്റെ ജീവിതത്തിന്റെ പരീക്ഷണ ഘട്ടങ്ങളിൽ ആരെയെല്ലാമാണ് നീ ആശ്രയിക്കുന്നത്? ഏതൊക്കെ പടപ്പുകളെയാണ് നീ സമീപിക്കുന്നത്? ഏതൊക്കെ മഖ്ലൂഖിൽ നിന്നാണ് നീ സഹായം പ്രതീക്ഷിക്കുന്നത്? അങ്ങനെ പ്രതീക്ഷിക്കുന്ന നിനക്ക് എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ സാധിക്കുക എന്ന് ചോദിച്ച മഹാരഥന്മാരായ തൗഹീദിന്റെ അന്തസത്ത ഈ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുത്ത മഹാരഥന്മാരായ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരുടെ ജീവിതത്തെ പോലും ശിർക്കൻ വിശ്വാസങ്ങൾക്ക് വേണ്ടി, ശിർക്കൻ ആദർശത്തിന് വേണ്ടി ചരിത്രത്തെ അപനിർമ്മിച്ചവരുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ ശരിയാവിധം അറിഞ്ഞില്ല എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അപകടം സംഭവിക്കും. അതാണ് പ്രവാചകന്മാരുടെ ചരിത്രം പഠിപ്പിക്കുന്നത്. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ സമൂഹത്തോട് ഒന്നാമതായും അവസാനമായും ആവർത്തിച്ച് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതായിരുന്നു. ആ സമൂഹത്തിലെ തിന്മകൾക്കെതിരെ അവർ ശബ്ദിച്ചിട്ടുണ്ട്, ആ സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ഇടപെട്ടിട്ടുണ്ട്, ആ സമൂഹത്തിന്റെ കണ്ണീരൊപ്പാൻ അവർ മുന്നിട്ട് നിന്നിട്ടുണ്ട്. എന്നാൽ അവരുടെ അജണ്ട, അവരുടെ അടിസ്ഥാന നിലപാട് ഈ തൗഹീദി പ്രബോധനമായിരുന്നു. ആ തൗഹീദി പ്രബോധനം ചെയ്ത പ്രവാചകന്മാരുടെ ചരിത്രം പരാമർശിക്കുമ്പോൾ അവരുടെ പ്രബോധിതരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ നടത്തിയ പരാമർശം വമാ ഖദറുല്ലാഹ ഹഖ ഖദരി, ഇവർ അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയില്ല എന്നായിരുന്നു. എന്തുകൊണ്ട് പ്രവാചകന്മാർ ലോകത്ത് വന്നു? എന്തുകൊണ്ട് അവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ സമൂഹത്തിൽ വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തി എന്നതിന്റെ ഉത്തരം വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ട മുറപ്രകാരം അവര് മനസ്സിലാക്കിയില്ല എന്നതായിരുന്നു. അങ്ങനെ അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ട മുറപ്രകാരം മനസ്സിലാക്കാതായപ്പോൾ അവരിലുണ്ടായ സാഹചര്യം വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അവർക്ക് അല്ലാഹുവിനെ അറിയാം, അല്ലാഹുവാണ് ഖാലിഖ് എന്നറിയാം, അല്ലാഹുവാണ് റാസിഖ് എന്നറിയാം, അല്ലാഹുവാണ് ജീവിപ്പിക്കുന്നവൻ, അല്ലാഹുവാണ് മരിപ്പിക്കുന്നവൻ,
പഠിപ്പിക്കുന്നവൻ അള്ളാഹുവാണ് സാക്ഷാൽ ദൈവമെന്നവർക്കറിയാം. പക്ഷേ അള്ളാഹുവിലുള്ള അവരുടെ വിശ്വാസത്തിന്റെ അവസ്ഥ ഇല്ലാവഹും മുശ്രികൂൻ, ശിർക്ക് ചെയ്തുകൊണ്ട് ശിർക്കിന്റെ ആശയങ്ങളും ചിന്താഗതികളും പേറിക്കൊണ്ടാണ് അവർ അള്ളാഹുവിൽ വിശ്വസിച്ചത് എന്നാണ്. അഥവാ മിക്ക പ്രവാചകന്മാരുടെയും സമൂഹം അള്ളാഹ് ഉണ്ട് എന്ന് വിശ്വസിച്ചവരായിരുന്നു. എന്നാൽ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന വിഷയത്തിലായിരുന്നു അവരിൽ സ്ഖലിതം സംഭവിച്ചത്, വ്യതിയാനം സംഭവിച്ചത്. ഇത് വിശുദ്ധ ഖുർആൻ ഒന്നിലധികം ആയത്തുകളിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വിവിധ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളെ വിശദമായി പരാമർശിക്കുമ്പോൾ സൂചിപ്പിക്കുന്നതാണ്. ആ സമൂഹത്തിന് ആരാണ് റബ്ബെന്നറിയാം, ആ റബ്ബിന്റെ ആ റബ്ബാണ് അനുഗ്രഹദാതാവെന്നറിയാം. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആരാണ് ആകാശ ഭൂമണ്ഡലങ്ങളെ പടച്ചതെന്ന് ചോദിച്ചാൽ ലാത്തയാണ് റബ്ബെന്ന് അവര് പറഞ്ഞിട്ടില്ല, ലാത്തയാണ് ജീവിപ്പിക്കുന്നവരെന്ന് അവര് പറഞ്ഞിട്ടില്ല, ലാത്തയാണ് ഈ ആലമിനെ നിയന്ത്രിക്കുന്നതെന്ന് അവര് പറഞ്ഞിട്ടില്ല, ഉസ്സയും മനാത്തയുമാണ് മുദബ്ബിറുൽ ആലം എന്ന് അവര് പറഞ്ഞിട്ടില്ല. അവര് പറഞ്ഞത് സയഖൂലൂന അല്ലാഹ്, അത് അല്ലാഹുവാണ് എന്ന് പറഞ്ഞിരുന്നവരാണ് അവർ. അല്ലാഹുവാണെന്ന്, അല്ലാഹുവാണ് ദൈവമെന്ന് മനസ്സിലാക്കിയ അവരിൽ സംഭവിച്ച ശിർക്കിന്റെ ഒരേ ഒരു കാരണം വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ട മുറപ്രകാരം മനസ്സിലാക്കിയില്ല. അല്ലാഹുവിനെ എങ്ങനെ സമീപിക്കണം, എങ്ങനെ സമീപിച്ചുകൂടാ, അല്ലാഹുവിനെ എങ്ങനെ വിളിക്കണം, എങ്ങനെ വിളിച്ചുകൂടാ, അല്ലാഹു സൃഷ്ടികൾക്ക് നൽകിയിട്ടുള്ള കഴിവുകളെ കുറിച്ച് എങ്ങനെ മനസ്സിലാക്കണം, എങ്ങനെ മനസ്സിലാക്കിക്കൂടാ. ഈ വിഷയത്തിൽ വ്യക്തത ഉണ്ടാവുക എന്നത് പ്രവാചകന്മാരുടെ പോലും ബാധ്യതയാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ആദർശം പഠിപ്പിക്കുക എന്നതിനാണ് ഇസ്ലാഹി പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന പരിസരം, നമ്മുടെ വാർഡ്, നമ്മുടെ പഞ്ചായത്ത്, നമ്മുടെ ശാഖ, നമ്മുടെ മഹല്ല്, നമ്മുടെ പള്ളിയുടെ പരിസരം, നമ്മുടെ മണ്ഡലം, ആ മണ്ഡലത്തിൽ ആയിരക്കണക്കിന് ആളുകളുണ്ട്. ആ ആളുകൾക്ക് ഈ തൗഹീദിന്റെ സന്ദേശം എത്തിക്കുവാനുള്ള പ്രചോദനമാകുന്നതാവണം ഇതുപോലെയുള്ള നമ്മുടെ ദഅവാ പ്രവർത്തനങ്ങൾ. നമ്മളിത് കേട്ട് നമ്മൾ ആവേശഭരിതരായി നമ്മുടെ ജീവിതത്തെ കുറ്റമറ്റതാക്കുക എന്നതോടൊപ്പം ശിർക്കിന്റെ അന്ധതയിൽ നിന്ന്, ഈ ആത്മീയ ചൂഷണത്തിന്റെ പരിസരങ്ങളിൽ നിന്ന് ഈ സമൂഹത്തെ തൗഹീദിന്റെ സുന്ദരമായ ആശയത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തുവാൻ തീർച്ചയായും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനാണ് ഏകദൈവ വിശ്വാസത്തെ മടുപ്പില്ലാതെ മുജാഹിദുകൾ ആവർത്തിക്കുന്നത്. കേരളത്തിന്റെ പരിസരങ്ങളിലൂടെ യാത്ര ചെയ്യുക, ഓരോ അങ്ങാടികളും കവലകളും കടന്നു പോവുക, ഓൺലൈൻ സംവിധാനത്തിലുള്ള വിവിധ യൂട്യൂബ് ചാനലുകൾ നോക്കുക. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കുവാൻ, ഈ തൗഹീദ് പഠിപ്പിക്കുവാൻ, ഈ ശിർക്കിന്റെ അപകടങ്ങൾ ഈ സമുദായത്തെ പഠിപ്പിക്കുവാൻ ആ രംഗത്താണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ ഫോക്കസ് ചെയ്യുന്നത് എന്നത് നമുക്കൊക്കെ ബോധ്യമുള്ള, നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തന മേഖലയാണ്. ആ പ്രവർത്തന മേഖല നമ്മൾ കൃത്യമായി നമ്മുടെ നാട്ടിലുള്ള കൂടപ്പിറപ്പുകൾക്ക് ഈ നിർഭയത്വത്തിന്റെ ആദർശത്തെ കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം അല്ലാഹ് പറഞ്ഞത് അവനിൽ സത്യസന്ധമായി കലർപ്പില്ലാതെ വിശ്വസിച്ചാൽ അവർക്ക് അല്ലാഹു നിർഭയത്വം നൽകുമെന്നാണ്. അതിനർത്ഥം എന്താ? ശിർക്കുള്ളവൻ പലതിനെയും ഭയപ്പെടുമെന്നാണ്. ശിർക്കുള്ളവൻ പലതിനെ കുറിച്ചും അവന് ചില ശബ്ദങ്ങൾ പേടിയായിരിക്കും, അനക്കങ്ങൾ പേടിയായിരിക്കും, അക്കങ്ങൾ പോലും പേടിയായിരിക്കും. ഒരു പൂച്ച കുറുകച്ചാടിയാൽ പേടിയാണ്, ഒരു പല്ല് ചിലച്ചാൽ പേടിയാണ്. ഒരാൾ ഒരു സ്ഥലത്ത് ആത്മഹത്യ ചെയ്തു എന്നറിഞ്ഞാൽ അവിടെ പിന്നീട് താമസിക്കാൻ അവർക്ക് ഭയമായിരിക്കും. സെമിത്തേരിയിലൂടെ നടന്നു പോകാൻ, പള്ളിപ്പറമ്പിലൂടെ, പള്ളിക്കാട്ടിലൂടെ നടന്നു പോവാൻ അവർക്ക് പേടിയായിരിക്കും. ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിൽ നിർഭയത്വമില്ലാത്തതിന്റെ ആകുലതകളിലൂടെ അവർ കടന്നു പോവും. എന്നാൽ അല്ലാഹുവിനെ മാത്രം ഭയപ്പെടുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അവരുടെ നിലപാടുകൾ സുതാര്യമാണ്, സുവ്യക്തമാണ്. ഭൗതികമായ ജീവിതത്തിൽ, ഭൗതികമായ പ്രകൃതിയുള്ള കാര്യങ്ങളെ കുറിച്ച് മനുഷ്യ സഹജമായ ഭയം, മനുഷ്യ സഹജമായ ആ ഒരു ധാരണ നമുക്കുണ്ടാവും. എന്നാൽ ഈ പ്രകൃതിപരമായതല്ലാത്ത ഭയം, സൂപ്പർ നാച്ചുറലായ ഒരു, ആ പ്രകൃതത്തിന് അപ്പുറത്തുള്ള അഭൗതികമായ ഒരു ഭയം, ആ ഭയം നമുക്കില്ല. ഒരു പാമ്പ് നമ്മുടെ ബെഡിലുണ്ടായാൽ നമുക്ക് പേടിയാണ്. എന്നാൽ
എന്നാൽ ഏതെങ്കിലും പാമ്പ് എവിടെയോ വെച്ച് അകലെ നിന്ന് നമുക്കെതിരെ അതിന്റെ സർപ്പകോപമുണ്ടാകും എന്ന ഭയം നമുക്കില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു നായ കുരച്ചു വന്നാൽ കുരക്കും പട്ടി കടിക്കില്ലെന്ന് പറഞ്ഞാലും ഒരു നായ ഓടി വന്നാൽ നമുക്കൊരു പേടിയാണ്. ആ പേടി ത്വബീഇയായ പ്രകൃതിയാ ഉള്ള നാച്ചുറലായ ഭയമാണ്. ആ ഭയത്തെ കുറിച്ച് ഒരു പ്രശ്നവുമില്ല, അത് മനുഷ്യ സഹജമാണ്. എന്നാൽ ഒരു സൃഷ്ടിയിൽ ഇല്ലാത്ത, ഒരു സൃഷ്ടിയിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടില്ലാത്ത രൂപത്തിൽ ഒന്നിനെ കുറിച്ചുള്ള ഭയം, ആ ഭയം സൂപ്പർ നാച്ചുറലായ ഭയം, അത് ശിർക്കാണ് എന്നതാണ് ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്നത്. മരണപ്പെട്ടവർ അതല്ലെങ്കിൽ മരിച്ചുപോയ ഏതെങ്കിലും ഔലിയാക്കൾ അവരുടെ കുരുത്തക്കേട് പറ്റും എന്ന ഭയം അത് അസ്ഥാനത്താണ്. അവർ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും, നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ ചെയ്യും എന്ന് നമ്മൾ അവരെ കുറിച്ച് വിശ്വസിക്കുന്നത് സൂപ്പർ നാച്ചുറലായ വിശ്വാസമാണ്. ആ വിശ്വാസത്തെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. നമ്മുടെ ആദർശം വളരെ ഖണ്ഡിതവും വ്യക്തവുമാണ്. ഇവിടുത്തെ നിരീശ്വരവാദിയോടും ഇവിടെയുള്ള യുക്തിവാദികളോടും ഈ നാട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാരായ ഇസ്ലാമിന്റെ വിമർശകരോടും യാതൊരു പ്രയാസവുമില്ലാതെ നമ്മുടെ ആദർശം തുറന്നു പറയാൻ നമുക്ക് സാധിക്കും. അത് നിഷേധിക്കുന്നവരുണ്ടാവാം, പരിഹസിക്കുന്നവരുണ്ടാവാം. എന്നാൽ അള്ളാഹുവിന്റെ കിതാബിന്റെ ആദർശം എന്ത് എന്ന് പറയുന്നതിൽ നമുക്ക് യാതൊരു പ്രയാസവുമില്ല. ക്രൈസ്തവ പാതിരിമാർ മുസ്ലിമീങ്ങൾക്കെതിരെ പടയോട്ടം നടത്തിയ കാലത്ത് സയ്യിദ് സനാഉള്ള മഖ്തി തങ്ങളെ പോലെയുള്ള ആളുകൾ ഈ കേരളത്തിന്റെ മണ്ണിലും സയ്യിദ് സനാഉള്ള അമൃത്സരിയെ പോലെയുള്ളവർ ഉത്തരേന്ത്യയുടെ പരിസരങ്ങളിലും നടത്തിയ പ്രബോധന പ്രവർത്തനം, ആദർശം കയ്യിലുണ്ടെങ്കിൽ, പ്രമാണം കയ്യിലുണ്ടെങ്കിൽ നെഞ്ചുകോടെ നമ്മുടെ നിലപാടുകൾ നമുക്ക് പറയാൻ സാധിക്കുമെന്നതിന്റെ ഇന്നലകളിലെ നമുക്കുള്ള തിരിച്ചറിവുകളാണ്. ഇന്നിന്റെ കാലത്തും നമുക്ക് ഈ ബാധ്യതയാണുള്ളത്. നമ്മൾ ഇന്നിവിടെ വന്നിരുന്നത് നമുക്ക് മറ്റു ജോലികളില്ലാത്തത് കൊണ്ടല്ല, നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നത് കൊണ്ടല്ല, ബോറടിച്ചത് കൊണ്ടൊന്ന് കാറ്റുകൊള്ളാൻ വന്നതല്ല. ഈ ദീനിന്റെ സംരക്ഷണത്തിനു വേണ്ടി ഇതുമായി ബന്ധപ്പെട്ട പ്രബോധന പ്രവർത്തനങ്ങളുടെ മുന്നേറ്റം സൂക്ഷ്മമായി കുറ്റമറ്റ രൂപത്തിൽ നിലനിൽക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ടാണ്, ആ ആഗ്രഹത്താലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിനു വേണ്ടി നമ്മൾ നിലകൊള്ളുന്നത്. അങ്ങനെ നിലകൊള്ളുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ ആദർശം കൃത്യമായി മനസ്സിലാക്കി മറ്റുള്ളവർക്ക് വിശദീകരിച്ചു കൊടുക്കുക എന്നത് നമ്മുടെ ഒരു ബാധ്യതയാണ്. അതേപോലെ നമുക്ക് ഈ ആദർശം നൽകുന്ന ഒരു നിർഭയത്വം, ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള ഒരു കരുത്ത്, അതിനെ അതിജീവിക്കുവാനുള്ള ആ ഒരു ആർജവം നമുക്ക് നൽകുന്നത് ഈ ആദർശമാണ്. ഈമാൻ കാര്യങ്ങൾ വിശ്വസിക്കുമ്പോൾ ഖൈറും ശർറും അല്ലാഹുവിൽ നിന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, ഖൈർ മാത്രമല്ല ശർറും അല്ലാഹുവിൽ നിന്നുണ്ട്, പരീക്ഷണങ്ങൾ അല്ലാഹുവിൽ നിന്നുണ്ട് എന്ന് കൃത്യമായി തിരിച്ചറിയുമ്പോൾ അത് ഉൾക്കൊള്ളുന്ന ഈമാനിക ഭാവത്തിലേക്ക് നമ്മൾ എത്തിയാൽ നമുക്ക് പല മുസീബത്തുകൾ ഉണ്ടാവുമ്പോൾ ക്ഷമിക്കണം എന്ന ബോധമുണ്ടാകും. അങ്ങനെ ക്ഷമിക്കുവാനുള്ള ആർജവം നമുക്ക് പകർന്നു നൽകുന്നത് നമ്മുടെ ഈമാനാണ്, ഈ കറകളഞ്ഞ ഏകദൈവ വിശ്വാസമാണ്. അതേപോലെ ഇവിടെയുള്ള ഏതെങ്കിലും രൂപത്തിലുള്ള പ്രതിസന്ധികളെ കുറിച്ച്, ഭീഷണികളെ കുറിച്ച് അതിനെ അതിജീവിക്കാനുള്ള കരുത്തും ഈ ആദർശമാണ് നമുക്ക് നൽകുന്നത്. അല്ലാഹു കാലേ കൂട്ടി നിശ്ചയിച്ച, അല്ലാഹു വിധിച്ചിട്ടുള്ളതല്ലാത്തതൊന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഫറോവമാരെ അതിജീവിച്ച, നമ്രൂദുമാരെ അതിജീവിച്ച, കുരിശുപടകളെ അതിജീവിച്ച, ചരിത്രത്തിന്റെ ഇന്നലകളിലെ പ്രതിസന്ധികൾ അതിജീവിച്ച മുസ്ലിം സമുദായത്തിന്റെ ഇന്നിന്റെ തലമുറയ്ക്ക് ഏത് അധികാരവർഗത്തെയും ഭയപ്പെടാതെ, ഏതൊക്കെ ഭീഷണികളെയും തൃണവൽക്കരിക്കാതെ ഈ ആദർശത്തിന്റെ വാഹകരായി മുന്നോട്ട് പോകുന്നതിൽ യാതൊരു പ്രയാസവുമില്ല എന്നത് ഈ ആദർശവും അതിന്റെ പ്രമാണവും നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു ആദർശത്തിന്റെ മഹിമ ഇത് നമ്മൾ മാത്രം ഉൾക്കൊള്ളേണ്ടതല്ല, ഇത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന ആ പ്രബോധന പ്രവർത്തനങ്ങളിൽ തീർച്ചയായും നമ്മൾ സജീവമായി നിലകൊള്ളണമെന്ന് ആത്മാർത്ഥമായി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്ന്, വയനാട്ടിലെ വിഷയം നമ്മുടെ എല്ലാം സജീവമായ ഓർമ്മകളിലുണ്ട്. നമ്മുടെയൊക്കെ പള്ളികളിൽ കഴിഞ്ഞ ആഴ്ച കേരളത്തിലുള്ള എല്ലാ പള്ളികൾ,
മുജാഹിദ് പള്ളി എന്ന് മാത്രമല്ല എല്ലാ പള്ളികളിലും വയനാടിലെ തകർന്നടിഞ്ഞ ആ പ്രദേശത്തെ പാവപ്പെട്ടവരുടെ പുനരധിവാസത്തിനും ദുരിതാശ്വാസത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത്. അതേപോലെ ആ പ്രശ്നമുണ്ടായ ദുരിതമുണ്ടായ ആദ്യ നിമിഷം മുതൽ ആ മണ്ണിൽ സജീവമായ കാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരാൾക്ക് എന്തൊക്കെ സ്വന്തമുണ്ടോ അതൊക്കെ നഷ്ടപ്പെട്ടു പോയ 1000 സ്ക്വയർ ഫീറ്റും 2000 സ്ക്വയർ ഫീറ്റും ഒക്കെയുള്ള വീട്ടിൽ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ തങ്ങൾക്ക് ബാധിച്ച ഈ വിധിയിൽ പകച്ചു പോകുന്ന, അത്ഭുതപ്പെട്ടു പോകുന്ന, വിറങ്ങലിച്ചു പോകുന്ന കൂടപ്പിറപ്പുകളെ നഷ്ടപ്പെട്ട പാവപ്പെട്ട വിധവകളും അനാഥരും വൃദ്ധരുമെല്ലാം നമ്മുടെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ സന്ദർഭം അവരെ പൂർണ്ണമായി പുനരധിവസിപ്പിക്കുക എന്ന പ്രൊജക്റ്റാണ് നമ്മുടെ സംഘടന ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആ ഓർമ്മ നമ്മുടെ സിരകളിൽ ഉണ്ടാവണം. നമ്മൾ ഇനിയും അടുത്ത മാസങ്ങളിലും അടുത്ത ഘട്ടങ്ങളിലും അവരെ സഹായിക്കേണ്ട പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. വിവിധ സംഘടനകൾ പല രൂപത്തിലുള്ള സഹായങ്ങൾ നൽകിയത് കൊണ്ട് 5 കോടിയും 3 കോടിയും 10 ലക്ഷവും ഒക്കെ ഈ സെലിബ്രിറ്റികൾ നൽകിയത് കൊണ്ട് നമുക്കിനി ഒന്നും ചെയ്യാനില്ല എന്ന് വിചാരിക്കരുത്. അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് പ്രയാസമില്ലാത്ത രൂപത്തിൽ അവിടെ ഒന്ന് പോവാൻ സാധിക്കുന്നവർ പോവുകയോ അതല്ലെങ്കിൽ അവിടെ നിന്നുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയോ ചെയ്തുകൊണ്ട് നമ്മുടെ ബാധ്യതകൾ നമ്മൾ നിർവഹിക്കണം. അവിടെയുള്ള ഓരോ കുടുംബത്തെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കുന്ന പ്രവർത്തനത്തിലാണ് ISM ഇപ്പോൾ സജീവമായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിലുള്ള ബാത്റൂമിന്റെ ടോയ്ലറ്റിന്റെ സൗകര്യം നമുക്കറിയാം. അതൊരു താൽക്കാലികമായി കുട്ടികളുടെ ആവശ്യത്തിനുള്ള സൗകര്യമാണ്. അവിടെയാണ് നൂറുകണക്കിന് ആളുകൾ അഭയാർത്ഥികളെ പോലെ കഴിയുന്നത്. അവരെ കഴിയുന്ന രൂപത്തിൽ അവിടെ നിന്ന് കൂടുതൽ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക്, വാടക വീട്ടിലേക്ക്, ഫ്ലാറ്റിലേക്ക്, ക്വാർട്ടേഴ്സിലേക്ക് അവരെ മാറ്റുകയും ഒരു വീട്ടിൽ ആവശ്യമുള്ള ചവിട്ടി മുതൽ, മോപ്പ് മുതൽ, കട്ടില് മുതൽ, ബെഡ് മുതൽ, അലമാര, സ്റ്റവ്, പാത്രങ്ങൾ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് നൽകിക്കൊണ്ടുള്ള, എന്നാൽ തന്നെ ഇതൊരു താൽക്കാലിക പുനരധിവാസം എന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ നിർവഹിക്കുന്നത്. അവർക്കൊന്ന് സ്വസ്ഥമായി കിടക്കാൻ, അവർക്കൊന്ന് സ്വസ്ഥമായി ഇരിക്കാൻ, അവർക്കൊന്ന് ആശ്വാസത്തോടെ തങ്ങളിനി എന്തൊക്കെ ചെയ്യണമെന്ന് ചിന്തിക്കുവാനുള്ള ഒരു അന്തരീക്ഷം നൽകുന്നതിന്റെ ഭാഗമായി കുടുംബങ്ങളെ ഏറ്റെടുത്ത് അവർക്ക് അനുയോജ്യമായ ഇടങ്ങളിൽ അവരുടെ താമസത്തിനുള്ള സഹായങ്ങളാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഓളം തീർന്നാലും അവരുടെ പുനരധിവാസം പൂർണ്ണമാകുന്നത് വരെ അവരുടെ കാര്യങ്ങളിൽ നമുക്ക് തീർച്ചയായും നമ്മുടെ പങ്കാളിത്തം ഉണ്ടാകണം എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. രണ്ടാമത്തെ കാര്യം, ISM-ന്റെ മുഖപത്രമാണ് വിചിന്തനം വാരിക. ഓരോ ആഴ്ചയിലും ഏറ്റവും ശ്രദ്ധേയമായ ഇസ്ലാമിക വിഷയങ്ങളിലുള്ള ഓരോ വിഷയങ്ങളിലുള്ള ആനുകാലിക വിഷയങ്ങളിലുള്ള ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ വളരെ കൃത്യമായി വിശദീകരിക്കുന്ന രൂപത്തിലുള്ള നമ്മുടെ പണ്ഡിതന്മാരുടെ ലേഖനങ്ങളും അവരുടെ എഴുത്തുകളുമെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് വിചിന്തനം നമ്മൾ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു മതസംഘടനയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രസിദ്ധീകരണം, അവരുടെ പ്രവർത്തനം അതൊരു തുറന്ന പ്രവർത്തനമാണ് എന്ന് അറിയിക്കുന്നതിന്റെ കൂടെ വായനക്കാരായ ആയിരങ്ങളിലേക്ക് അക്ഷരങ്ങളിലൂടെ ആദർശത്തെ പ്രബോധനം ചെയ്യുന്നതിന്റെ ഭാഗമായി നമുക്ക് ഇത്തരത്തിലുള്ള വാരികകൾ ആവശ്യമാണ്. അതേപോലെ നമുക്ക് തന്നെ നമ്മുടെ അറിവ് അതൊന്ന് നന്നാക്കാനും കുറ്റമറ്റതാക്കാനും അറിവ് വേണം. ഇന്നമൽ ഇൽമു ബിത്തഅല്ലും, അറിവെന്ന് പറയുന്നത് പഠിച്ച് ലഭിക്കുന്ന, വായിച്ച് ലഭിക്കുന്ന, കേട്ടാൽ മാത്രം ലഭിക്കുന്നതാണ്. ഉറക്കത്തിൽ ലഭിക്കുന്ന, ഭക്ഷണം കഴിച്ചാൽ ലഭിക്കുന്ന, ചിന്തിച്ചാൽ ലഭിക്കുന്ന, ഇൽഹാമിലൂടെ ലഭിക്കുന്ന, സ്വപ്നങ്ങളിലൂടെ ലഭിക്കുന്നതല്ല. നമ്മൾ വായിക്കണം. ഇന്നിപ്പോ ആരാ വായിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് വായിക്കാതിരിക്കാൻ നമുക്ക് ന്യായമില്ലല്ലോ. നീ വായിക്കുക എന്ന ആഹ്വാനം കൂടിയല്ലേ വിശുദ്ധ ഖുർആൻ. ഖുർആൻ എന്ന് പറഞ്ഞാൽ വായിക്കുന്നത് എന്നല്ലേ. ആ ഖുർആനിന്റെ അനുയായികൾ ഞങ്ങൾക്ക് വായിക്കാറില്ല, ന്യൂസ് പേപ്പർ പോലും വായിക്കാറില്ല, എന്തെങ്കിലുമൊക്കെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഉള്ളതേ നോക്കാറുള്ളൂ എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു ശീലമാണ് എന്നതല്ലാതെ വായിക്കില്ല എന്ന് തീരുമാനിക്കാൻ, ഇസ്ലാമികമായ കാര്യങ്ങൾ അറിയില്ല എന്ന് തീരുമാനിക്കുവാൻ നമുക്ക് നിർവാഹമല്ല. ഒരു ഖുതുബയുടെ ദൈർഘ്യം നമുക്കറിയാം, ഒരു 25 മിനിറ്റ് 30 മിനിറ്റ് ഒക്കെ കഴിയുള്ളൂ. ആ 30 മിനിറ്റിൽ സമഗ്രമായി എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാൻ ഒരു ഖതീബിനെ സാധിച്ചു കൊള്ളണമെന്നില്ല. അതേപോലെ നമ്മൾ ഖുതുബയിലും ക്ലാസ്സിലും കേൾക്കുന്ന പ്രാർത്ഥനകള്, ദിക്റുകള്, സംഭവങ്ങള് അത് ശാന്തമായി വായിച്ച് ഉൾക്കൊള്ളുവാൻ തീർച്ചയായും നമ്മുടെ ഈ പ്രസിദ്ധീകരണങ്ങൾ നമുക്ക് തീർച്ചയായും ആവേശമാണ്.
അതുകൊണ്ട് അതിന്റെ വരിക്കാരാവുക ഓരോ മുജാഹിദ് വീട്ടിലും അൽമനാറിന്റെ കലണ്ടർ ഉണ്ടാവണം. കാരണം കലണ്ടർ എന്നത് നമ്മുടെ ഐഡന്റിറ്റിയാണ്. നമ്മളെ വീട്ടിലേക്ക് വരുമ്പോ നമ്മുടെ ചുമരിൽ തൂക്കിയ കലണ്ടറിൽ നിന്ന് നമ്മൾ ആരാണ്, നമ്മുടെ ആദർശം എന്താണെന്ന് അതിൽ നിന്ന് മറ്റുള്ളവർക്ക് തിരിയണം. നമ്മുടെ വീട്ടിൽ കഴിയുമെങ്കിൽ അൽമനാർ വേണം, വിചിന്തനം വേണം. മർഹൂം അമാനി മൗലവിയുടെ തഫ്സീർ ഇല്ലാത്ത ഒരു വീടും ഉണ്ടായിക്കൂടാ. അതങ്ങനെ അത് ഷോക്കേസിൽ ഷെൽഫിൽ ഒരു അലങ്കാര വസ്തുവായി വെക്കാനല്ല. നമ്മുടെ പഠനങ്ങളിൽ, ഗൗരവമായ വായനകളിൽ അത് തീർച്ചയായും ഉണ്ടാവണം. നമ്മുടെ ആദർശം അത് നമ്മുടെ പണ്ഡിതന്മാരുടെ രചനകളിലൂടെ കൃത്യമായ സമയാസമയങ്ങളിൽ കഴിയാവുന്ന രൂപത്തിൽ ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് ഒക്കെ സമയം ചെലവഴിച്ചാൽ ഒരു ലേഖനം വായിക്കാം. 3-4 ദിവസം കൊണ്ടൊരു വാരിക വായിക്കാം. നമ്മളൊന്ന് തീരുമാനിച്ച് ആഗ്രഹിച്ചാൽ, ഒന്ന് താല്പര്യം കാണിച്ചാൽ ആ വായന ദീന് പഠിക്കുന്ന നിയ്യത്താണ് എന്നതുകൊണ്ട് നമ്മുടെ സമയം നന്മക്ക് വേണ്ടി ചെലവഴിച്ചു, നമ്മുടെ കണ്ണ്, നമ്മുടെ മനസ്സ് നന്മക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു എന്ന ആ നിലക്കുള്ള മേന്മകളൊക്കെ നമുക്ക് ലഭിക്കും എന്നതുകൊണ്ട് സാമ്പത്തിക പ്രയാസമില്ലാത്ത മുഴുവൻ ആളുകളും ഇതിന്റെ പ്രചാരണത്തിൽ പങ്കെടുക്കുകയും ഒരു വീട്ടിൽ ഒരു വിചിന്തനം എന്ന ആ ഒരു നിലപാടിലേക്ക് എത്തുകയും അത് നമ്മുടെ മക്കളും മറ്റും അത് വായിപ്പിക്കുന്ന ആ രീതിയിലൂടെ ഈ ആദർശം അടുത്ത തലമുറയിലേക്ക് എത്തിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. ഇവിടെ ഇരിക്കുന്ന ആളുകൾ, ഒരു വാചകം പറഞ്ഞ് അവസാനിപ്പിക്കാണ്. ഈ ഇരിക്കുന്ന ആളുകള് അവർക്ക് പറയാൻ പറ്റും 30 കൊല്ലമായി 40 കൊല്ലമായി 50 കൊല്ലമായി ഞാൻ ഇസ്ലാഹി പ്രഭാഷണം കേൾക്കുന്നു, ഉമർ മൗലവിയുടെ, സെയ്ദ് മൗലവി രണ്ടത്താണിയുടെ ഒക്കെ പ്രസംഗങ്ങൾ കേൾക്കുന്നവരാണെന്ന് നമ്മൾ പറയും. പക്ഷേ നമ്മുടെ മക്കൾ നമ്മുടെ അന്നത്തെ ആ പ്രായമൊക്കെ കവർ ചെയ്ത് കടന്നു പോകുമ്പോൾ അവർ ഇത്തരം സദസ്സുകളിലുണ്ടോ? നമ്മെ പോലെ ഈ ആദർശം നെഞ്ചിലേറ്റുന്നുണ്ടോ? ഇതിന്റെ പ്രവർത്തനങ്ങളിലുണ്ടോ? ഇന്നത്തെ പല പ്രായമുള്ളവരുടെ യൗവന കാലത്താണ് നമ്മുടെ പല മഹല്ലുകളിലെയും പള്ളികൾ ഉയർന്നത്, മദ്രസകൾ ഉയർന്നത്, ഖണ്ഡന മണ്ഡലങ്ങൾ നടന്നത്, ഇസ്ലാഹി പ്രഭാഷണങ്ങൾ നടന്നത്. പുതിയ യുവാക്കൾ ഈ കാലഘട്ടത്തിന്റെ പ്രബോധന ദൗത്യം ഏറ്റെടുക്കുക. ഇവിടെ ഇന്ന് നമുക്ക് പള്ളിയുണ്ട്, സംവിധാനങ്ങളുണ്ട്. ഈ പ്രവർത്തനങ്ങളുടെ തുടർ പ്രക്രിയകളിൽ ഭാഗവാക്കാകുക എന്ന ഒരു പക്ഷേ പതിറ്റാണ്ടുകൾ മുമ്പുള്ള പ്രവർത്തനത്തെക്കാൾ എളുപ്പമുള്ള ടാസ്കാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിൽ എല്ലാവരും കൈകോർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ നിറഞ്ഞ ഇസ്ലാമിക പ്രവർത്തനങ്ങളിൽ സജീവമായി വ്യാപൃതരാകുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നിന്റെ ഈ ആദർശം അറിയാനും പഠിക്കാനും പകർത്താനും ഉൾക്കൊള്ളുവാനും ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ പങ്കെടുക്കുന്ന ഇത്തരം സദസ്സുകളിലെ ഞങ്ങളുടെ ഇരുത്തം അത് ഞങ്ങളിൽ നിന്ന് സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യുകയും ഞങ്ങളുടെ ജീവിതത്തിലെ ദോഷങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാവൽ നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, അപകട മരണങ്ങളിൽ നിന്ന്, ആകസ്മികമായ ദുരന്തങ്ങളിൽ നിന്ന്, താങ്ങാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാവലും കരുതലും നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ ഹലാലായ ആഗ്രഹങ്ങൾ പൂവണിയുന്ന ദുനിയാവിലെ ഹസനത്തുകൾ ആസ്വദിക്കുവാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പലതരം സങ്കടങ്ങളും സംഘർഷങ്ങളും ക്ലേശങ്ങളും ഉണ്ട്. എല്ലാ അവസ്ഥകളിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകി സമാധാനപൂർണമായ ജീവിതം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ, ജീവിതോപാധികളിൽ, ക്രയവിക്രയങ്ങളിൽ ഞങ്ങൾക്ക് നീ ഇണക്കവും ഐശ്വര്യവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അവർക്കും ഞങ്ങൾക്കും ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലുകാരാകുവാനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, വലിയ ഒരു പരീക്ഷണത്തെ അതിജീവിച്ച ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരാണ്. അവരുടെ ജീവിതത്തിൽ ആശ്വാസം നൽകുകയും അവർക്ക് സാധ്യമായ സാമ്പത്തിക, ശാരീരിക, സാങ്കേതിക സഹായങ്ങൾ നൽകുവാനുള്ള മനസ്സും തൗഫീഖും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. മുസ്ലിമായതിന്റെ പേരിൽ രാജ്യത്തിനകത്തും പുറത്തും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകളുണ്ട്. ഫിലസ്തീനിന്റെ മണ്ണിലെ മുസ്ലിമീങ്ങളുടെ രോദനങ്ങളും നിലവിളികളും ഇന്നും അവസാനിച്ചിട്ടില്ല. അല്ലാഹുവേ, അവരുടെ ജീവിതങ്ങളിൽ ശാശ്വതമായ സമാധാനവും സന്തോഷവും നൽകി അവർക്കും ഞങ്ങൾക്കും ഇസ്സത്തോടുകൂടി ജീവിക്കുവാൻ അവസരം നൽകി അനുഗ്രഹിക്കണമേ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരെ,
ISM തിരുരങ്ങാടി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച വിജ്ഞാനവേദി ഇവിടെ പരിസമാപ്തി കുറിക്കുകയാണ്. ISM മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്ന നിർഭയത്വം ഏകദൈവ വിശ്വാസത്തിലൂടെ എന്ന ക്യാമ്പയിൻ ക്യാപ്ഷന്റെ വിശദീകരണം കൂടിയാണ് ഇന്നിവിടെ ബഹുമാന്യ പണ്ഡിതൻ സാജുദ്ദീൻ സ്വലായി അവതരിപ്പിച്ചിട്ടുള്ളത്. ആദ്യാന്ത്യം ഇത് ശ്രവിക്കുകയും അതിനുവേണ്ടി സഹകരിക്കുകയും ചെയ്ത മുഴുവൻ സഹോദരി സഹോദരങ്ങൾക്കും കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. നമ്മൾ ഇന്നിവിടെ കേട്ട മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ആവേശപൂർവ്വം ഉൾക്കൊള്ളുകയും നമ്മുടെ നാടിലേക്ക് ഇറങ്ങി ഈ സത്യസന്ദേശം എത്തിക്കുവാൻ നമ്മൾ ഓരോരുത്തരും കണ്ണികളാകണമെന്ന് കൂടി സാന്ദർഭികമായി എന്നോടെന്ന പോലെ എല്ലാവരോടും ഉണർത്തുകയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി, ഒന്ന് രണ്ട് പ്രോഗ്രാമിന്റെ അറിയിപ്പുകൾ കൂടി നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. ISM മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കനൽ ഏരിയ സംഗമം ഇൻഷാ അല്ലാഹ് നാളെ മഗ്‌രിബിന് ശേഷം കക്കാട് കരമ്പി സലഫിൽ മദ്രസയിൽ വെച്ച് നടക്കുകയാണ്. നമ്മുടെ മണ്ഡലത്തിലുള്ള മുഴുവൻ ISM ശാഖാ ഭാരവാഹികളും പ്രവർത്തകരുമാണ് അതിൽ പങ്കെടുക്കേണ്ടത്. എല്ലാവരും കൃത്യസമയത്ത് അതിന് എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. അതോടൊപ്പം ISM മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ഇൻഷാ അല്ലാഹ് ഈ ഓഗസ്റ്റ് 15 വ്യാഴാഴ്ച തലക്കോടത്ത് വെച്ച് സംഘടിപ്പിക്കുന്ന ആദർശ സമ്മേളനം സമകാലികമായി നമ്മൾ ചർച്ച ചെയ്യുന്ന ഇടയാളത്തേട്ടവുമായി ബന്ധപ്പെട്ട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഖുർആനിനെ 20 ആയത്തുകൾ തിരുത്തിക്കൊണ്ട് നടത്തിയ ആ ഒരു ജൽപ്പനങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ഇൻഷാ അല്ലാഹ് ഈ 15-ാം തീയതി തലക്കോടത്തൂർ APM ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ആദർശ സമ്മേളനം. അതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രദേശത്തുള്ള മണ്ഡലത്തിലുള്ള മുഴുവൻ KNM ISM MSM MGM പ്രവർത്തകരും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്നും അത് വിജയിപ്പിക്കണമെന്ന് കൂടി അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിൽ നമ്മുടെ വിഷയം അവതരിപ്പിച്ച് സംസാരിച്ച ബഹുമാന്യ പണ്ഡിതൻ സാജുദ്ദീൻ സ്വലായി, അതുപോലെ ഇവിടെ ഈ പരിപാടി ആദ്യം ശ്രവിക്കുകയും ഇത് വിജയിപ്പിക്കുകയും ചെയ്ത മുഴുവൻ KNM ISM MSM പ്രവർത്തകർക്കും നല്ലവരായ നാട്ടുകാർക്കും അതോടൊപ്പം തന്നെ ഏറ്റവും ഉപരി ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ എല്ലാ അർത്ഥത്തിലും മണ്ഡലം ISM കമ്മിറ്റിക്ക് പ്രചോദനവും ആവേശവും സഹകരണവും നടത്തിയ KNM ചാപ്പപ്പടി മണ്ഡലം ഭാരവാഹികൾക്കും ആത്മാർത്ഥമായ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഈ വിജ്ഞാന വേദി ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ